ഹരേ കൃഷ്ണ. ആരാന്റെ ജന്മദിനമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരു ദിവസം, പ്രത്യേകിച്ച് ഞാൻ കുറച്ച് ദൂരെ ഇരിക്കുകയായിരുന്നു. എന്തായാലും മാരാന് വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് ഭക്തരെല്ലാവരും ഒരുമിച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഒരു വൈഷ്ണവ ആചാര്യൻ നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഒന്നും ആവശ്യപ്പെടണ്ട, നമുക്കെല്ലാം നേടാൻ സാധിക്കും. ഒരു ഭക്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഈ പരിശീലനം നേടുന്ന സമയത്തില് ഞാൻ കൂടുതലും അനുഭവങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പരിശീലനം നേടുന്ന സമയത്തില് ഭഗവാൻ ഭഗവത്ഗീതയില് അനവധി പ്രാവശ്യം പറയുന്നുണ്ട്, എന്റെ ഭക്തൻ, എന്റെ ഭക്തൻ, എന്റെ ഭക്തൻ. പക്ഷെ ആ ഭക്തി എന്താണെന്ന് നമ്മൾ പരിശീലനം നേടിയെങ്കിൽ മാത്രം അനുഭവിച്ചറിയുന്ന ഒരു വിഷയമാണ്. മഹാരാനെ കാണാൻ സാധിച്ചതും മഹാരാനിൽ നിന്നുള്ള ശിഷ്യത്വം സ്വീകരിക്കാൻ സാധിച്ചതും മഹാരാന്റെ അസോസിയേഷൻ നേടാൻ സാധിച്ചതും ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ, റിയലൈസേഷൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തില് മറ്റുള്ളവർക്ക് എങ്ങനെ അത് സാധിക്കും എന്നതിനെ കുറിച്ച് മഹാരാജന് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ മഹാരാജ് ചോദിച്ചു, എവിടെ ഭാഗവതം? മഹാരാജ് ചോദിച്ചു, ഭാഗവതം നമ്മളെ എല്ലാവരും മലയാളത്തിലും പലരുടെയും പുസ്തകങ്ങളുണ്ട്. ഇല്ല, പ്രഭുപാദിന്റെ ഭാഗവതം എവിടെ? അപ്പോഴാണ് എല്ലാവരും തുറന്നു. കൂടെ കുറെ ഭക്തരുണ്ടായിരുന്നു. മഹാരാജ് അന്ന് ബ്ലെസ്സിങ് കൊടുത്തു, മലയാളത്തിലെ ഭാഗവതം ഉണ്ടാകുന്നു, നിങ്ങൾ ഇപ്പൊ തുടങ്ങിക്കോളൂ. അന്ന് കുറെ ഭക്തരുടെ പ്രവൃത്തി കൊണ്ടും മഹാരാജന്റെ അനുഗ്രഹം കൊണ്ടും ഇപ്പൊ നമ്മുടെ കൈകളിലെല്ലാം ഭാഗവതമുണ്ട്. അത് മഹാരാജന്റെ സ്പെഷ്യൽ മേഴ്സിയില് ഉണ്ടായതാണത്. കൂടാതെ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മഹാരാജന്റെ ഓരോ ക്ലാസ്സിലും ഒരു നമ്മളിപ്പം ഷോർട്ട് കട്ട്, അതിനെന്താ പറയുന്നത്, എളുപ്പത്തിലുള്ള വഴി മഹാരാജന്റെ ബുക്സുകൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാല് ഒരുപാട് ഷോർട്ട് കട്ട്സുകൾ നമുക്ക് പറഞ്ഞുതരാറുണ്ട്. നമ്മുടെ ലൈഫ് ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. നമ്മൾ സിമ്പിളായിട്ട് ജീവിക്കുക, എളുപ്പത്തില് ആധ്യാത്മിക മാർഗത്തിലേക്ക് പുരോഗതി പ്രാപിക്കുക. മഹാരാജ് പറഞ്ഞൊരു വഴിയാണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാല് ഒരിക്കലും നമ്മുടെ ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വളരെ കഷ്ടപ്പാടുണ്ടാകും. മഹാരാജന്റെ ഇൻസ്ട്രക്ഷനാണ്. ശ്രീമദ് ഭാഗവതം ചാൻഡിങ്ങും അതുപോലെ തന്നെ മഹാപ്രഭുവിന്റെ ബ്ലെസ്സിങ്ങും ഉണ്ടെങ്കിൽ ആധ്യാത്മിക മാർഗത്തില് എളുപ്പത്തിൽ നമുക്ക് സഞ്ചരിക്കാം എന്ന് മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻ. ഇപ്പോ അനവധി രാജ്യങ്ങളില് മഹാരാജന്റെ ക്ലാസ്സുകളും മറ്റുള്ള പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു. മഹാരാജന്റെ അനുഗ്രഹം കൊണ്ട് അനവധി ഭക്തര് ഇപ്പോഴേ ഒത്തുകൂടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. എന്തായാലും നമ്മുടെ കേരളത്തിനകത്തും അനവധി ഭക്തര് മഹാരാജന്റെ ഡിസേബിൾസ് തന്നെ ഏകദേശം 200-250 ഭക്തര് തന്നെ ഉണ്ട്. അവരെല്ലാം തന്നെ ഓരോ സ്ഥലത്തിലിരുന്നു കൊണ്ട് സേവകളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തില് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഗുരുമഹാരാജനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ സംഭവിക്കും എന്നറിയില്ല. പക്ഷെ സക്സസ് എന്ന് പറയുന്ന ഫ്രണ്ടില് എഴുതാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും യാത്രകൾ ഞാൻ കൂടുതൽ ചെയ്യാറുണ്ട്. ആ യാത്രയിൽ തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ അചിന്ത്യ ഭേദ അഭേദ തത്വം എന്ന് പറയുന്ന ആ തത്വത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം. അത് ഭഗവാന്റെയും ഗുരുവിന്റെയും കടാക്ഷം മാത്രമാണ്. പിന്നെ മഹാരാജന്റെ അനുഗ്രഹം എപ്പോഴും
എന്റെ കൂടെ ഉണ്ട്. എനിക്ക് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പറയുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു ദിവസത്തില് എല്ലാവരും കണ്ടാലും വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാരാജ് ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഗുരു പ്രണാംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും പ്രത്യേകം ഗുരു പ്രണാംസ് പറയണ്ട. നിങ്ങൾ ക്വാളിഫിക്കേഷൻ മാത്രം അത്രയും സമയം കൂടി ലാഭമുള്ളൂ. നമുക്ക് നാരായണനെ കുറിച്ച് പറയാം. ഹരേ കൃഷ്ണ. നിർമ്മിക്കണം. हरे कृष्ण. महाविष्णु गोस्वामी महाराज की जय. ഞാൻ കൊറോണ സമയത്താണ് ഗ്രന്ഥരാജ് എന്ന് പറയുന്ന ഒരു ആപ്പ് പതിതഭാവം പ്രഭുവിനെ സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗ്രന്ഥരാജ് പരിചയപ്പെടുകയാണ്. അതിനുശേഷം റെഗുലറായിട്ട് അതിന് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കറന്റ്ലി ഉള്ളതൊന്നും ഞാൻ വായിക്കാറില്ല. 2002 തൊട്ടാണ് തുടങ്ങിയത്. ഞാൻ വായിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. 2010 എത്തി വായിച്ചു വന്നു. വായിച്ചതിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പക്ഷെ ഒരു കൺഫ്യൂസിങ് കൂടെയാണ്. മഹാരാജിന് ചിരിക്കാത്ത ആൾക്കാരെ ഇഷ്ടമല്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലേ? ഇപ്പോൾ വാട്ടർ മെലൺ പോലെ ഇരിക്കുന്നതാണ് മഹാരാജ് പറയുന്നത്. വാട്ടർ മെലൺ ഈ ബനാന അതിന് ഭയങ്കര ബെൻഡായിരിക്കും. അത് ഉണങ്ങി അങ്ങനെ പലപ്പോഴും നമ്മുടെ മുഖം അങ്ങനെയാണ്. കൃഷ്ണഭക്തി എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും എങ്ങനെയാണ് ഹരേ കൃഷ്ണ ചാൻഡ് ഹരേ കൃഷ്ണ ബി ഹാപ്പി എങ്ങനെ പറയും? ചാൻഡ് ഹരേ കൃഷ്ണ അല്ലേ? ഇതിലൊരു അപ്പൊ ചിലപ്പോൾ ഞാൻ തോന്നാറുണ്ട് എങ്ങനെ മഹാരാജൻ നമ്മളെ ഇഷ്ടപ്പെടും. നമ്മൾ ആരും ചിരിക്കാതെ കൂട്ടമാണ്. ശരിയാ തെറ്റാ? എത്ര പേരോട് ചിരിക്കാറുണ്ട് ഡെയിലി? എനിക്ക് തോന്നുന്നു മഹാരാജ് പറഞ്ഞിട്ട് ചെറിയൊരു വലവാണ് സ്മൈൽ എന്ന് പറയുന്നത് ചെറിയൊരു ബെൻഡാണ്. ഈ ബെൻഡ് പലതിനും നോട്ട് ശരിയാക്കുന്ന ഒരു കാര്യം. ശരിയാ തെറ്റാ? ചിലപ്പോൾ ചിരിച്ചാൽ മതി, അതോടെ പ്രശ്നം തീരും. മഹാരാജ് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾറെഡി ഇതൊരു ദുഃഖാലയമാണ്, അശാശ്വതമാണ്. നമ്മുടെ ദുഃഖവും അശാശ്വതമാണ്, സന്തോഷവും അശാശ്വതമാണ്. അല്ലേ? അപ്പോ ഇതിന്റെ അകത്ത് ഫർദർ ആയിട്ട് നമ്മളായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എടുക്കരുത്. അതാണ് ആര് പറയുന്നത്? മഹാരാജ് എപ്പോഴും പറയുന്നത്. മഹാരാജ് എപ്പോഴും പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, മാരേജ്. മാരേജിനെ കുറിച്ച് മഹാരാജ് എന്താ പറഞ്ഞിരിക്കുന്നത്? മാരേജ് ആരും കല്യാണം കഴിക്കാതിരിക്കുന്നത് പറഞ്ഞു. ബ്രഹ്മചാരീസും കല്യാണം കഴിക്കുന്നത്. ആരെയും കല്യാണം കഴിക്കേണ്ടത്? ശ്രീമദ് ഭാഗവതം. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും മഹാരാജ് കല്യാണം കഴിക്കാൻ പറഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കും. പക്ഷെ പറഞ്ഞത് എന്താണ്? ഉദ്ദേശം എന്താണ്? ശ്രീമദ് ഭാഗവതം. എന്താണ്? ഈ ചിലർ ഭാര്യയെ കൊണ്ട് നടക്കുന്ന പോലെ നമ്മൾ കൊണ്ട് നടക്കുന്നത്. ആരെയെ കൊണ്ട് നടക്കേണ്ടത്? ഈ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഇത് എന്റെ ഭാര്യയാണ്, ഇത് എന്റെ ഭാര്യയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ പ്രീച്ച് ചെയ്യും ഇതാണ് ശ്രീമദ് ഭാഗവതം, ഇതാണ് ശ്രീമദ് ഭാഗവതം. അല്ലേ? സിമ്പിൾ ആണ്. ലൈഫ് ഇസ് വെരി സിമ്പിൾ when we follow ഭാഗവതം ഫോളോ ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മളായിട്ട് കോംപ്ലിക്കേറ്റ് ആവും. ഒരു മാതാജി തവണ മഹാരാജ് ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഒരു മാതാജി എന്ന് പറഞ്ഞ് മഹാരാജ് എന്റെ വീട്ടില് തുളസി മഹാരാണി നേരെ വളർന്നില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഭക്തിയുടെ പോരാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വളർന്നത്. എത്ര പേരുണ്ട് അല്ലേ? എന്റെ ഭക്തിയുടെ മഹാരാജ് പറഞ്ഞത് ഇത് അലവി ദുഃഖാലയമാണ്. ഇതിനകത്ത് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. നിങ്ങൾ ഈ ഫർദറായിട്ട് ആഡ് ചെയ്യില്ല. ആ തുളസി വളരാതെ റീസൺ സൂര്യപ്രകാശം കുറവ്, അത്രയേ ഉള്ളൂ. മഹാരാജ് ആൾവേസ് എൻകറേജ് എവരിവൺ. അല്ലേ? എൻകറേജ് ചെയ്യും. ജീവിക്കുക, വായിക്കുക, കുഴപ്പമില്ല. ഞാനിപ്പോ ജസ്റ്റ് ഇടയ്ക്ക് വായിച്ചതാണ്. പ്രഭുപാദ് പറഞ്ഞതാണ്. ഓക്കെ, അത് പ്രഭുപാദ്
പ്രഭുപാദ് പറഞ്ഞതും വേറൊരു പ്യുവർ സോൾ പറയുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ സ്വീറ്റ്നെസ് കൂടുതലാണ്. ഓക്കെ, മഹാരാജ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാല കൊണ്ട് ജപിക്കാമെങ്കിൽ മാല കൊണ്ട് ജപിക്കാം, പറ്റാതെ നമ്മുടെ കൈ കൊണ്ട് ജപിക്കാം, പറ്റാതെ നമ്മൾ ജപിക്കാം. ഭഗവാൻ കൗണ്ട് ചെയ്തോളും, ആര് കൗണ്ട് ചെയ്തോളും? എന്തെങ്കിലും റീസൺ നമ്മൾ ഇതാക്കണം. അപ്പൊ മഹാരാജ് ഡോണ്ട് മേക്ക് ദ ലൈഫ് കോംപ്ലിക്കേറ്റഡ്, വെരി സിമ്പിൾ ആണ്. ജസ്റ്റ് ചാന്റ്, കാര്യം എൻകറേജ് ചെയ്യാം. ഈ ചാന്റ് ഹരേ കൃഷ്ണ, യു നോ ഡു സോ മെനി തിങ്സ്. ഓക്കെ, അങ്ങനെ മഹാരാജയുടെ ലൈഫ് ഹിസ്റ്ററി ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാവർക്കും എനിക്ക് കുറേ ശത്രുക്കൾ കൂടുതലുണ്ട് കേട്ടോ. എന്താ പ്രശ്നം വെച്ചാൽ ആരെ കണ്ടാന്ന് ചോദിക്കും ഭാഗവതം എത്രാം സ്കന്ധം വായിക്കുന്നു ചോദിക്കും. അപ്പൊ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടത്തില്ലേ? അപ്പൊ നമ്മൾ പരമ്പരയിലെ ഫോളോ ചെയ്യുന്നു. അപ്പൊ നാച്ചുറലി എല്ലാവർക്കും ശത്രുക്കൾ കൂടുതലുണ്ട്, എല്ലാവർക്കും. എനിക്ക് കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാ? ഭാഗവതം വായിച്ചാൽ ചോദിക്കും. ഓക്കെ, സോ മഹാരാജ് എനിക്ക് എപ്പോഴും ഓർമ്മ, മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഭാഗവതമാണ്. പക്ഷെ ഭാഗവതം വായിക്കുമ്പോൾ കൃഷ്ണന്റെ ഓർമ്മ ഉണ്ടെങ്കിൽ മഹാരാജ് ഓർമ്മ പലപ്പോഴും ചിന്തിക്കും. കാരണം നമ്മുടെ പരമ്പര എന്ന് പറഞ്ഞാൽ ചൈതന്യ ചരിത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഓർമ്മയുണ്ട്? ചൈതന്യ ചരിത്രത്തിലെ ഫസ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. സ്പിരിച്വൽ മാസ്റ്റർ അല്ല, സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ ഗുരു ഉണ്ട്. ഓക്കെ, നമുക്ക് ദീക്ഷ കൊടുക്കുന്നത് ഗുരുവാണ്. പക്ഷെ ഇഷ്ടം പോലെ ഗുരു ഉണ്ട്, ഇഷ്ടം പോലെ റിയലൈസേഷൻ ഉണ്ട്, ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. നമ്മളൊന്ന് ഇറങ്ങണം. ഞാനിത് ബാക്കിയോട് പറയാനില്ല. എനിക്ക് എന്താ തന്നെ പറഞ്ഞതാണ്. ഞാൻ മഹാരാജ് പ്രാർത്ഥിക്കാണ്. മഹാരാജിന് കിട്ടിയ അത്രയും ഭാഗവതത്തിനോട് സ്നേഹം എനിക്ക് അത്രയും കിട്ടിയില്ല. അതിന്റെ 1% എനിക്ക് കിട്ടിയാൽ മതി, കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. അത്രയും കിട്ടിയാൽ മതി. നിങ്ങളോട് ബ്ലസ് ചെയ്യും. ഹരേ കൃഷ്ണ. Hare Krishna, thank you, Prabhu. Krishnanand Guru. എനിക്കും മഹാരാജനെ അടുത്ത് കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. തൃപ്പാദബന്ധമൊന്നും പല ഡിവോട്ടീസ്, പല ഭക്തന്മാരും മഹാരാജിന്റെ ശിഷ്യത്വം സ്വീകരിച്ച അവസരത്തിൽ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. അത് ഭഗവാന്റെ നിശ്ചയായിരിക്കും. ഭക്തി വൈഭവം ഗോസ്വാമിയിലേക്ക് എടുക്കണം. മഹാരാജിന്റെ പേഴ്സ് ഓഫ് വിസ്ഡം എന്നുള്ള പതിതഭാവം പ്രവൃത്തി തരുന്ന ഇത് ഞാൻ മിക്കവാർക്കും നോക്കാറുണ്ട്. മഹാരാജിനെ കുറിച്ച് ഈ ജീവനായ എനിക്ക് വലുതായിട്ടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഹാരാജന്റെ ഈ 106ാമത് വ്യാസപൂജ എല്ലാവിധ നല്ല രീതിയിൽ ഭംഗിയായി അത് നടത്തുവാൻ എല്ലാവർക്കും ശക്തി ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. Hare Krishna, thank you, Prabhu. Next is Swayam Jyoti Krishnadas Prabhu. മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് കി എനിക്കും മഹാരാജിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ മഹാരാജിന്റെ സ്നേഹം അറിയാൻ പറ്റുന്ന മഹാരാജിന്റെ ശിഷ്യന്മാരിലൂടെയാണ് പലപ്പോഴും. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് മഹാരാജിന്റെ ശിഷ്യന്മാരുടെ ഒരു അസോസിയേഷൻ കിട്ടുന്നത് ഞാൻ ജാംനഗറിലുള്ള സമയത്ത് രാജ്കോട്ട് പോയ സമയത്താണ്. രാജ്കോട്ടും ദ്വാരകയും പോയിരുന്നു. അപ്പം 2 സ്ഥലത്തും പോയി എനിക്ക് ദർശനം എടുക്കാൻ സാധിച്ചു. അപ്പം അവിടെ വന്നുടൻ തന്നെ അവർ ഒരുപാട് പ്രസാദമൊക്കെ തന്ന് സ്വീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ട്രിവാൻഡ്രത്തുള്ള ഡിവോട്ടീസിനെ പറ്റി അവർ അന്വേഷിക്കുകയും ചെയ്തു ആ സമയത്ത്. പിന്നെ കൂടുതലായിട്ട് മഹാരാജിനെ കേട്ടുള്ള അനുഭവമാണുള്ളത്. അപ്പം മഹാരാജ് ലെക്ചറിൽ കേട്ട ഒരു കാര്യമാണ് മഹാരാജ് എങ്ങനെ കൃഷ്ണഭക്തിയിലോട്ട് വന്നുള്ള കാര്യത്തിനെ പറ്റിയായിരുന്നു. അപ്പൊ അതിൽ പറയുന്നത്, അപ്പൊ മഹാരാജ് ശരിക്കും അദ്ദേഹം ജനിച്ചത് ഒരു വൈഷ്ണവ
കുടുംബത്തിലാണ്, ഒരു വൈഷ്ണവ ഗുജറാത്തി കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജനറേഷൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൃഷ്ണഭക്തന്മാരായിരുന്നു. അങ്ങനെ അദ്ദേഹം ലണ്ടനിലുള്ള സമയത്താണ് കൃഷ്ണഭക്തിയിലോട്ട് വരുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം അവിടെ പോയ സമയത്ത് അവിടെ സോഹോ സ്ട്രീറ്റ് എന്ന ടെമ്പിളിൽ, ഇസ്കോണിലെ സോഹോ സ്ട്രീറ്റ് ടെമ്പിളിൽ, അപ്പൊ മഹാരാജ് ഇങ്ങനെ ഹരിനാമ സങ്കീർത്തനൊക്കെ കണ്ട് അദ്ദേഹം അങ്ങനെ അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ എന്താണ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന് വൈഷ്ണവ കൃഷ്ണഭക്തനാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. ജനിച്ച നാൾ മുതലേ ഭാഗവതത്തെ പറ്റിയും ഭഗവത്ഗീതയെ പറ്റിയൊക്കെ അറിയുന്ന വ്യക്തിത്വമാണെങ്കിൽ കൂടി, പക്ഷെ അദ്ദേഹം അവിടെ പോയി ഇരുന്ന്, അവിടെ വേറെ പോയി ഇരുന്ന ശേഷം അവിടെ ഒരു അദ്ദേഹത്തിനെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള ബ്രഹ്മചാരിമാരും ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടും അച്ഛന്റെ വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ 20-21 വയസ്സായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ പോയി ഇരുന്ന് ക്ലാസ് എളുപ്പത്തോടെ കേട്ടു. അപ്പൊ അദ്ദേഹം അത്രയും വയസ്സായ ഒരു വ്യക്തി അവിടെ പോയി ഇരുന്ന്, അപ്പൊ ചെറിയൊരു പയ്യൻ, അദ്ദേഹത്തിന് മകന്റെ പ്രായം അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്, ക്ലാസ് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര അറിവ് കിട്ടിയതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഇതൊക്കെ ശീല പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ്. പ്രഭുപാദൻ ബുക്സ് വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചത്. അവിടുത്തെ സ്പീക്കർ അന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 20-21 വയസ്സായിരുന്നു. അദ്ദേഹം നെതർലാൻഡ്സിലുള്ള ഒരു ബ്രഹ്മചാരിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഉടനെ തന്നെ മഹാരാജ് എന്താണ് പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ നോക്കി അദ്ദേഹം ഡെയിലി അങ്ങനെ ഇരുന്ന് 2-3 മണിക്കൂറായിരുന്നു പ്രഭുപാദിന്റെ ബുക്സ് അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹം പ്രഭുപാദിനെ കാണുകയും പിന്നെ അദ്ദേഹം അവിടുത്തെ ഗുജറാത്തി സമാജത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. അപ്പൊ മഹാരാജ് അവിടെ ഒരു ആനുവൽ പ്രോഗ്രാം ഒക്കെ നടത്തി പ്രഭുപാദിനെ വിളിച്ച്. അപ്പൊ സാധാരണഗതിയിൽ പറയുന്ന വെച്ചാൽ, സാറിന് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവർ ചിലപ്പം ഇസ്കോൺ ക്ഷേത്രത്തിൽ പോകും, കുറച്ച് ഡൊണേഷൻ കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് പ്രസാദം ഉണ്ടാക്കി കൊടുക്കും, അത്രയേ ഉള്ളൂ റിലേഷൻ. പക്ഷെ വളരെ വിരലെണ്ണാവുന്ന ഇന്ത്യക്കാരാണ് ശരിക്കും കൃഷ്ണഭക്തിയിലോട്ട് വരികയും അതിനെ പ്രചരണം ചെയ്യാൻ ശ്രമിച്ചത് അന്ന് കാലത്തിൽ ലണ്ടനിലൊക്കെ. അങ്ങനെ മഹാരാജ് വന്ന് പ്രഭുപാദിനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സ്വീകരിച്ച സമയത്ത് തന്നെ ശീല പ്രഭുപാദ് പറഞ്ഞു, നിങ്ങൾ പ്രചരണം ചെയ്യണം, സന്യാസം എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം മഹാരാജ് അപ്പം ഗൃഹസ്ഥനായിരുന്നു ആ സമയത്ത്. അപ്പൊ എങ്ങനെയാണോ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ശീല പ്രഭുപാദിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്, അതേപോലെ തന്നെയാണ് ശീല പ്രഭുപാദ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. അത് ഫൈനലി അത് എക്സിക്യൂട്ട് ചെയ്തു. അദ്ദേഹം പിന്നെ വാനപ്രസ്ഥം എടുത്തു, പിന്നെ സന്യാസം എടുത്ത് ലോകമെമ്പാടും പ്രചരണം ചെയ്തു. എങ്ങനെയാണോ ശീല പ്രഭുപാദ് ഒരുപാട് തവണ ലോകമെമ്പാടും പ്രചരണാർത്ഥം അദ്ദേഹം കറങ്ങിയത്, അതുപോലെ തന്നെ മഹാവിഷ്ണു മഹാരാജും അതുപോലെ തന്നെ കറങ്ങി ഒരുപാട് ഡിസൈബിൾസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസൈബിൾസിനെ പിന്നെ എപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ, നമുക്ക് എപ്പോഴും പറയും, നമുക്കൊരു ഗ്രന്ഥഭാഗവതം, പേഴ്സൺ ഭാഗവതം, അല്ലെ, വ്യക്തിത്വമായ ഒരു ഭാഗവതം എന്ന് പറയും. അപ്പം മഹാരാജിനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് എങ്ങനെയാണോ പുസ്തകത്തിലുള്ള ഭാഗം അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിത്വമാണ് മഹാരാജ് എന്ന് പറയുന്നത്. കാരണം എന്താണോ പറയുന്നത് നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും, നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ മഹാരാജ് എന്താണോ പറയുന്നത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ ആ പ്രവൃത്തിയിൽ കൊണ്ടുവരും അതുകൂടാതെ തന്നെ മഹാരാജ് ഒരുപാട് പേര് ഭാഗവതത്തിനോട് ഇഷ്ടം കൊണ്ടുവരികയും ചെയ്തു. ആക്ച്വലി നോക്കുകയാണെങ്കിൽ എത്രയോ പേർക്ക് ഭാഗവതത്തോട് ഇഷ്ടം കൊണ്ടുവന്നു. നമുക്ക് എസ്പെഷ്യലി ആ ഡിസൈബിൾസിന് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഭാഗവതത്തോട് എത്രത്തോളം സ്നേഹിക്കുന്നവർ, എത്രത്തോളം ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയുന്നുള്ള കാര്യത്തിൽ. അപ്പം ഇതാണ് കുറച്ച് കാര്യങ്ങൾ മഹാരാജ് പറ്റി എനിക്ക് ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ വേറൊരു ഫാസ്റ്റ് ടൈം കേട്ടത് ഞാൻ ആക്ച്വലി സ്പിരിച്വൽ മാസ്റ്ററിന്റെ ലെക്ചറിൽ നിന്നായിരുന്നു. അതിൽ പറയുന്നു, അപ്പം മഹാരാജ് ഒരു സമയത്ത് രാധാൻ മഹാരാജ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിനെ കാണാൻ പോയി. അപ്പം മഹാരാജ് അപ്പം വയ്യായിരുന്നു, കുറച്ച് ശരീര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം രാധാൻ മഹാരാജ് അവിടെ പോയ ഉടനെ തന്നെ മഹാരാജിന്റെ ചുമയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് അപ്പം തന്നെ എണീറ്റ ശേഷം ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ കുറച്ച് തേനും കുറച്ച് ചുക്കും കൂടി ചേർത്ത് കഴിക്കണം, ഞാനത് ഡെയിലി സേവിക്കാറുണ്ട്, ഇത് കഴിച്ചാൽ ഉടനെ തന്നെ തൊണ്ടയ്ക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും. അപ്പം മഹാരാജ് ഉടനെ തന്നെ അവിടെ അദ്ദേഹത്തിന് വയ്യായിരുന്നു, എന്നാലും പക്ഷെ വേറൊരു വൈഷ്ണവന് വയ്യാന്ന് കേട്ട ഉടനെ തന്നെ അത് എണീറ്റ് ഉടനെ തന്നെ അദ്ദേഹം പേഴ്സണലി അദ്ദേഹം തേനും വെച്ച് ഇടിച്ചു കൊടുത്ത് മഹാരാജിന് കൊടുത്തു. അപ്പോൾ എപ്പോഴും വൈഷ്ണവ സേവ എന്നുള്ള കാര്യം മഹാരാജ് ഒരിക്കലും മറക്കാറില്ല. വൈഷ്ണവരെ സേവിക്കണം, എപ്പോഴും ആ ഒരു കൈൻഡ്നെസ്സും ആ സ്നേഹവും അഫക്ഷനൊക്കെ നമുക്ക് മഹാരാജിന് കാണാൻ സാധിക്കും. ഇന്ന് ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, അതിൽ ഒരു അംശമെങ്കിലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഹരേ കൃഷ്ണ. അടുത്തതായി മഹാവിഷ്ണു മഹാരാജിന്റെ റൈംസ് ചൊല്ലാനായിട്ട് വൈഷ്ണവ് അദ്വൈത് കൃഷ്ണ ഹരി ഇവരെ 3 പേരെ ക്ഷണിച്ചു. മുന്നിൽ വരാം, മഹാരാജിന്റെ ഫ്രണ്ടിൽ വരാം.
Krishna Maharaj. Today we are reciting Maharaj, Maharaj, please hear us right. Maharaj, Maharaj, please hear us. We have learned some real good stuff. Maharaj, we have learned one thing. I pray for you, we will sing. If our room is clean, then our mind is clean. If our mind is clean, we can do anything. If our room is dirty, and so are we. If we are dirty, we cannot happy. Wasting time is the greatest crime, because wasted time is a wasted mind. So waste your time when you are in your prime. And only one life will be sublime. If your wealth is gone, there's nothing wrong. If your health is gone, that's a different song. But if your character dies, we will cry. Because only figures humanity died. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna. ഹരേ കൃഷ്ണ. ഇനി മാതാജിമാരുടെ സൈഡിൽ നിന്നാണ് രണ്ടുപേരാ പറയുന്നു. ആദ്യമായിട്ട് ഈ സ്പേസ് ദ്വാരക നരസിംഹ മാതാജി ക്ഷണിച്ചു കൊള്ളുന്നു. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. ഉണ്ടോ? അങ്ങോട്ട് പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത് നമുക്ക് മാതാജി ധർമ്മം കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളെ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ലക്ഷ്മിപ്രിയ മാതാജി ഓക്കെ മാ. രണ്ട് വാക്ക്. ഹരേ കൃഷ്ണ. ഇവിടെ വന്ന് ഭഗവാന്റെ സേവ ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. ഇതിന്റെ കാര്യം എല്ലാ ശിഷ്യന്മാർക്കും എന്നോടൊപ്പം എല്ലാം ഉണ്ടാക്കിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. विष्णु गोस्वामी महाराज की ഇവിടെ എല്ലാരെയും പോലെ മഹാരാജിനെ അടുത്ത് കാണാനോ മഹാരാജ് എന്റെ ക്ലാസ്സുകൾ കേൾക്കാനോ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസിനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഭാഗവതം ക്ലാസ്. ഉദാഹരണത്തിന് ഞാൻ ഒരുപാട് ഭാഗവതം വന്നിട്ട് വായിക്കാൻ, അതായത് ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ്. സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ഭാഗവതത്തിനെ കുറിച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബാലചന്ദ്ര പ്രഭുവിന്റെ ക്ലാസ് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രഭുവിന്റെ ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ്സുകളാണ്. അപ്പോൾ അതിലൊരു ശ്ലോകം, അതായത് എല്ലാ ഗുരു പരമ്പര, അതായത് ഗുരു ഈസ് വൺ, സുശാന്ത പറഞ്ഞതുപോലെ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എന്ന് പറയാൻ നമുക്ക് ഗുരു ഈസ് വൺ എന്നാണ്. അതായത് ഗുരു ഒന്ന് തന്നെയാണ്. അവരെല്ലാവരും പല രീതിയിലും അതിനെ
വന്നിട്ട് നമ്മൾക്ക് റിയലൈസേഷൻ പകർന്നു തരാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭാഗവതത്തിനകത്തുനിന്ന് വളരെയധികം ആക്റ്റായിട്ടുള്ള ഒരു ശ്ലോകം മഹാരാജിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, ഭവത് പിതാ ഭാഗവതസ് തീർത്ഥി ഭൂതകൃതം വിഭു തീർത്ഥി കുർവന്തി ഭൂതാനി സ്വാന്തസ്തേന ഗതാഗത. ശരിയാണോന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതായത് ആരാണോ ഗതാകൃതൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത്, അവര് പുണ്യസ്ഥാനങ്ങളായിട്ട് ഭൂതലത്തിൽ നടക്കുന്നത് നമ്മളെ പോലുള്ള പരിതരായിട്ടുള്ള ആൾക്കാരെ അവരെ ഉദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈഷ്ണവനെ ഗ്ലോറിഫൈ ചെയ്യാൻ കിട്ടുന്ന അവസരം എനിക്ക് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. മഹാരാജ് हरे कृष्णा चलिए माता जी. माताजी हरे कृष्णा. माताजी हरे कृष्णा. മഹാരാജിനെ കുറിച്ചുള്ള ഗ്ലോറിഫിക്കേഷൻ കേൾക്കാൻ വന്നാലും പരമ വൈഷ്ണവനെ കുറിച്ചുള്ള ഗ്ലോറിഫിക്കേഷൻ കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ പ്യൂരിഫിക്കേഷനും നമ്മുടെ ഭക്തിക്കും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്. പലരും പറഞ്ഞതുപോലെ മഹാരാജിനെ എനിക്ക് നേരിട്ട് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ശിഷ്യരിൽ കൂടിയാണല്ലോ നമ്മൾ ഗുരുവിനെ അറിയുന്നത്. അപ്പോ മഹാരാജിന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള അടുത്ത ഒരു ബന്ധം, അവര് എനിക്ക് പലപ്പോഴും തന്നിട്ടുള്ള ഒരു സ്നേഹം, അത് തന്നെയാണ് എന്നെ ഇന്ന് മഹാരാജിന്റെ വ്യാസപൂജയ്ക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഘടകമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ശിഷ്യന്മാരിലെ പലരെ ഇവിടെ പ്രഭുണ്ട്, അർച്ചന മാതാജിയുണ്ട്, ഐശ്വര്യ മാതാജിയുണ്ട്, ദ്വാരക മാതാജിയുണ്ട്. ഇവരൊക്കെ ഒരുപാട് തുറന്ന് സംസാരിക്കാറുള്ളതും ഞാനും അവരുടെ കാര്യങ്ങൾ എന്നോട് പറയുകയും ഞാൻ പലപ്പോഴും അവരോട് സംസാരിക്കുകയും ഒരു വൈഷ്ണവർ തമ്മിൽ ഇടപെടേണ്ട രീതിയിൽ എങ്ങനെയാണോ ഇടപെടേണ്ടത് ആ രീതിയിലുള്ള ഇടപെടലുകൾ മഹാരാജന്റെ ശിഷ്യന്മാരിൽ പലരുമായിട്ട് എനിക്കുള്ളത് കൊണ്ട് ആണ് ആ ഒരു സ്നേഹബന്ധം ആണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പിന്നെ ഇനി എനിക്കുള്ള ഒരു അനുഭവം ഹിസോണസ് ഭക്തിനോ സ്വാമി മഹാരാജിന്റെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്ന പ്രഭുവിനെ വന്ന് കണ്ടപ്പോൾ പ്രഭു എടുത്ത വാക്കിൽ പറഞ്ഞത്, ഒരു വൈഷ്ണവനെ നമ്മൾ എങ്ങനെയാണോ ആരാധിക്കേണ്ടത് ആ രീതിയിൽ തന്നെ മഹാരാജിനെ ഇവിടെ നമ്മൾ ആരാധിക്കുന്നു. വളരെ സന്തോഷം. ഞാൻ അപ്പോഴൊക്കെ എന്റെ എന്താ പറയാ ഹൃദയം തുറന്നിങ്ങനെ മഹാരാജിന്റെ ശിഷ്യന്മാരോട് എനിക്ക് തോന്നിയൊരു സ്നേഹം, അത് തീർച്ചയായിട്ടും അവരുടെ ഗുരുവിന്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ ആണ് ശിഷ്യന്മാരിൽ കൂടെ നമ്മൾ ആ ഒരു സ്നേഹത്തിൽ കൂടെ അനുഭവിക്കുന്നത്. എന്ന് ഭാഗവതം വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും അനുഗ്രഹം തരണേ എന്ന് മഹാരാജിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാരാജിന്റെ ആ ഒരു മഹിമ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ അത്രത്തോളം അവർക്കെല്ലാം മഹാരാജ് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ മഹാരാജിന്റെ ഒരു ശിഷ്യനാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. മഹാരാജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൃഢനിശ്ചയത്തോടെ ചെയ്യാനുള്ള മനസ്സ് ഇതിനെയാണ് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ ഭക്തിയുടെ സേവനം ചെയ്യാനായിട്ട് മഹാരാജിന്റെ കാര്യം ഉണ്ടാക്കിയിരുന്നു.
പറ്റി മഹാരാജ് മഹാരാജിനെ വെച്ച് പറയാൻ പാടില്ല. ഒരു മെസ്സിയുടെ ഒരു ഗ്രൂപ്പാണ്. നമ്മൾക്ക് മഹാരാജിന്റെ ഒരു ഡിസേബിളാകാൻ പറ്റില്ല. വളരെ സന്തോഷമാണ്. അത് വളരെ ഭാഗ്യം ചെയ്തിരിക്കും. മഹാരാജ് വെരി സിമ്പിൾ ആണ്. മഹാരാജ് കേട്ടിട്ടുള്ളത് മഹാരാജിന് എത്രയോ പൈസകളുണ്ടായിട്ടുള്ളൂ. മഹാരാജ് ഒരു 2 സെറ്റ് ഡ്രസ്സ് മാത്രമേ അറ്റ് ലാസ്റ്റ് വരെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ആ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്തിട്ടില്ല. അത്രയ്ക്കും മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഓൺലി സ്പിരിച്വൽ ആയിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കുന്നത് എന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മഹാരാജ് നമുക്ക് എല്ലാ ഇതിലും കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മഹാരാജ് എനിക്ക് ഇനിയും കുറേ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അതിന് മഹാരാജിന്റെ ഫുൾ മെസ്സി നമുക്ക് കിട്ടട്ടെ. മഹാരാജ് താങ്ക് യു. ഹരീഷ്. ഹരേ കൃഷ്ണ സഞ്ജയ്. देवी माता जी. കുറച്ച് ദിവസങ്ങളെങ്കിലും മഹാരാജനോടൊപ്പം താമസിക്കാനും അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാനും ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. മഹാരാജനെ ആദ്യമായി കാണുമ്പോൾ തന്നെ ഭാഗവതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാജനെയാണ് ഞാൻ കാണുന്നത്. ഓരോ ശ്ലോകങ്ങളും അതിന്റെ വാക്കുകൾ, എല്ലാ വാക്കുകളും അതിന്റെ അർത്ഥവും വ്യക്തമാക്കി വേണം പഠിക്കാൻ അന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ ഓരോ 1, 2, 12 തൊട്ട് 21 വരെയുള്ള ശ്ലോകങ്ങളെ മഹാരാജ് ഓരോ വാക്കും പറഞ്ഞാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് പറയുന്ന അവസരത്തിൽ പറയും, അതിനകത്ത് ആ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ്, അതൊന്ന് വ്യക്തമാക്കി തരും. അപ്പൊ അങ്ങനെ പറഞ്ഞു നമ്മള് ഭാഗവതം പഠിക്കുമ്പോൾ അതിന്റെ വാക്കും അതിന്റെ അർത്ഥവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യം ഞാൻ കാണുമ്പോൾ തന്നെ മഹാരാജ് എടുത്തുകൊണ്ടിരുന്ന ശ്ലോകം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതെ, യഥാർത്ഥത്തിൽ മഹാരാജാദിനെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്, എന്റെ വേർഡ്മീനിങ്സ് അല്ല ഞാൻ പറയുന്നത്, ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഞാനുണ്ട്. നാരദനോട് പറയുകയാണ്, നീ എന്തിനാണ് എന്നെ തിരക്കി നിന്നിട്ട്, ഇതാ ഈ ഭഗവത്ഗീതയിൽ ഞാനുണ്ട്, എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് നീ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാനിതാ ഭഗവത്ഗീതയിലുണ്ട്, ഭാഗവതത്തിലുണ്ട്, അവിടെ നോക്കിയാൽ മതി, എന്നെ കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ മഹാരാജ് 1, 2, 12 തൊട്ട് ആ ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്ന അവസരം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതിലെ ഓരോന്നിലും പറയുന്നേ ശ്രദ്ധ, സാധുസംഗം, ഭജനക്രിയ, നിഷ്ഠ. ഞാൻ അപ്പൊ പറയുന്നത് നമ്മളെ ഭാവം, പ്രേമം വേഗം പറഞ്ഞു. നിഷ്ഠയാന്ന് പറയുക, ഇതാണ് പറഞ്ഞിട്ട് പറയും. ആ നിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത്
എന്താണ് ഭഗവാന്റെ കൃപയാണ് നമുക്ക് തരേണ്ടത്. അത് നിങ്ങൾ വിചാരിച്ചാൽ എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് അത് നിർത്തിയിട്ട് അതിനെ വ്യക്തമാക്കിയിട്ട് പോയാൽ മതിയാണ് അടുത്തത് എന്ന് പറയും. പ്രകാരം ഭാഗവതം നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് ഭാഗവതത്തെ അത് തരികയാണ് മഹാരാജ് ചെയ്തത്. എപ്പോഴാണ് മഹാരാജിന്റെ ആ ഒരു കൃപയില്ലായിരുന്നെങ്കിൽ ഭാഗവതം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ വെറുതെ വായിച്ചു വിടും, അത്ര മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ആ മഹാരാജിന്റെ കൃപയ്ക്ക് എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. അദ്ദേഹത്തോട് നന്ദി പറയാനല്ലാതെ ഒന്നും കഴിയില്ല. മഹാരാജ് എപ്പോഴും അടുത്തുണ്ടെന്ന് തോന്നും ഭാഗവതം എടുക്കുമ്പോഴേ. അതായത് അതുപോലെ ഭഗവത്ഗീത ഏതൊരു അർത്ഥമായിട്ട് ഭാഗവതത്തിൽ ഒരു ശ്ലോകം എടുത്ത് അതിന് ബന്ധപ്പെട്ട ഏതാണ് ശ്ലോകം എന്നുള്ളത് ഉടനെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ ഉള്ളൊരു മഹാരാജായിരുന്നു. അതുപോലെ എന്താ സ്നേഹമാണെങ്കിലോ, ഞാൻ ആദ്യമായിട്ട് മഹാരാജിനെ കാണുമ്പോൾ പറയും, ആദ്യം അവിടെ ചെന്ന് പറയാം ഫ്രഷ് ആയിട്ട് വേഗം വരും, അപ്പൊ ഈ പ്രസാദം കഴിച്ചിട്ട് വരും. അപ്പൊ ആ പ്രസാദം തരുന്നതിലും നമ്മുടെ ആ ഒരു വളർച്ചയ്ക്ക് നമ്മളെങ്ങനെയാണോ ഇരിക്കേണ്ടത് അതിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധയായിരുന്നു മഹാരാജനുണ്ടായിരുന്നത് ശിഷ്യന്മാരോട്. മഹാരാജനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അപ്പൊ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ തൃപ്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ മഹാരാജനെ കുറിച്ച് പറയാനുണ്ട്. ഇല്ലേ, സമയം കഴിഞ്ഞുപോയി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുപോലെ മഹാരാജ് പറയുന്ന വേറൊരു ശ്ലോകം കൂടി ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. ജ്ഞാനേ പ്രയാസമുദവാസ്യ നമന്ദമേവ ജീവന്തി സന്മുഖരിതാം ഭവരീയവാർത്താം സ്ഥാനേ സ്ഥിതാ സ്മൃതിഗതം തനുവാം മനോഭിർ യേ പ്രായസോ അജിതാജിതോപ്യസി ത്രൈസ്ത്രിലോക്യം. നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് മഹാരാജനോട് പറഞ്ഞാൽ മഹാരാജ് ആ സ്ഥാനേ സ്ഥിത, അതാണ് അപ്പൊ പറയുന്നത്. ഏത് ഇതിലാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ശ്രമിക്കൂ. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഏത് സ്ഥിതിയിൽ നിങ്ങൾ നിലനിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് വേണം. അല്ലാതെ ജ്ഞാനമില്ല, ഭാഗവതം എനിക്ക് അറിയില്ല, എനിക്ക് നോളജ് ഇല്ല, ഇതൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ എവിടെ നിൽക്കുന്നേ, ഏത് താണസ്ഥിതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഉയരത്തിന് യാതൊരു പ്രയാസവും ഇല്ല. അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ കേശവ കേശവ കുലിയേ എന്ന് മഹാരാജ് എപ്പോഴും പാടും. എന്താണ് ഈ മഹാരാജ് ഇങ്ങനെ കേശവ കേശവ കുലിയെ പാടുന്നത് എന്ന് ചിന്തിക്കും. അപ്പൊ മഹാരാജിനോട് ഒരു ദിവസം ചോദിച്ചു. അപ്പൊ മഹാരാജ് പറയാ, ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാലേ, ഏത് സമയത്തും ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ലാസ്റ്റിൽ മഹാരാജ് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത വരും. ലാസ്റ്റ് മിനിറ്റിൽ പറയുന്നതേ ലാസ്റ്റ് മിനിറ്റ് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് അത് ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാരാജനെ കുറിച്ച്, മഹാരാജന്റെ സ്നേഹത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തിയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാരാജ്. നമുക്ക് ആക്ച്വലി അമൃതവാണി എന്ന് പറഞ്ഞൊരു നമുക്കുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം എല്ലാ വർഷത്തെയും വ്യാസപൂജ ഓഫറിങ്സ് കാലചക്രപ്രഭുവിന്റെ നേതൃത്വത്തിൽ എല്ലാവരും അതിലോട്ട് ഓഫറിങ്സ് ഇടാറുണ്ട്. അപ്പം എല്ലാ വർഷവും മഹാരാജിന്റെ എല്ലാ ഡിസൈപ്ലൻസും അതുപോലെ മഹാരാജിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഡിവോട്ടീസും എല്ലാവരും ഓഫറിങ്സ് ഇടും. അപ്പം ഞാനും ഈ പ്രാവശ്യം മഹാരാജിന്റെ വ്യാസപൂജയ്ക്ക് എന്റെ ഓഫറിങ്സ്, മഹാരാജിന്റെ ഓഫറിങ്സ് അത് തന്നെ ഞാൻ അങ്ങനെ റീഡ് ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. My dear Gurudev, please accept my humble obeisance at your lotus feet. All glories to Srila Prabhupada, all glories to you and your wonderful appearance day. I am very grateful to you for mercifully accepting me, this most fallen soul, as your disciple. From the very first moment I met you in Nasik, your guidance and compassion showered upon me. My only misfortune is that could not gain close and continuous associations with your divine presence. This year has been unusual for me, Maharaj, as I have gone through a blend of many emotions on my devotional path. I faced several difficult situations and experienced painful actions from devotees. In all these moments, Maharaj, I remember the word you always use, forgive the Gundu.
By your mercy alone, even in those unfavorable circumstances, I was able to complete my Bhakti Shastri, and now I have joined Bhakti Bible. During these challenging times, I often wonder how I would overcome everything and who would guide me so that my sadhana and service would not be disturbed by the adverse condition. During one of our Bhakti Bible class, when Prabhuji was discussing the confused state of mind of Srila Vyasadeva, he explained how Narada Muni personally appeared before the Vyasadeva at the very moment. He said this reflects the intimate and compassionate relationship between Guru and disciple. Hearing that, I began to reflect on how Maharaj would came and help me on my confusion state. Soon after, I received my answer directly through your own lecture, Maharaj. The class you gave at Sri Radha Nilapadav Dham, Rajkot on 22nd December 2006. Maharaj, these are your divine words in that lecture. We should learn the verses in Sanskrit and the translations also, and then think about it. Then speak about it. Realizations are there. Krishna is situated in everyone's heart. Don't cover it up. Don't cover Krishna. Let him speak. This is realization. This is how we should be completely self-sufficient. Tomorrow I will not be here. So who is going to be entertain you by speaking? Frankly speaking, you are looking for the entertainment. You are not looking for the serious study. Seriousness means go to each word. In Sanskrit language, half the words are the word in our own language. So why don't you dig into your own heels? Why don't you try these things and ask me questions about how to do it? It is not that I go on speaking and you are hearing. No, this is not the way, son. That's why we have to do these things. That means scrutinizing, studying of Bhagavatam. Those students who are seriously inquisitive and realize the supreme absolute truth. Maharaj, after reading and hearing all this, I need to implement this in my life. So please bless me with the strength and sincerity to follow all these instructions to me, Maharaj. Please bless me. Hare Krishna. ഹരേ കൃഷ്ണ. ശ്രീ ജഗന്നാഥ് നഗറിലെ ബാലഗോപാൽ സ്റ്റുഡൻസ് അവർ വൈശാലി ശ്രീമദ് ഭഗവത്ഗീത 15ാം അധ്യായം ചാണ്ടിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് ഉദ്ധരിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 15ാം അധ്യായമായ പുരുഷോത്തമ യുഗമാണ്. അധ പഞ്ചദശോऽധ്യായഃ പുരുഷോത്തമയോഗഃ. पञ्चदशोऽध्यायः पुरुषोत्तमयोगः. श्रीभगवानुवाच ऊर्ध्वमूलमधः शाखम् अश्वत्थं प्राहुरव्ययम् छन्दांसि यस्य पर्णानि यस्तं वेद स वेदवित्. अधश्चोर्ध्वं प्रसृतास्तस्य शाखाः गुणप्रवृद्धा विषयप्रवाणाः. अधश्च मूलान्यसन्दतानि कर्मानुबन्धीनि मनुष्यलोके. न रूपमस्येह तथोपलभ्यते नान्तो न चातिर्न च सम्प्रतिष्ठा. अश्वत्थमेनं सुविरूढमूलम् असङ्गशस्त्रेण
जीवभूतसनातनः मनश्शस्त्राणीन्द्रियाणि प्रकृतिस्थानि कर्षति शरीरं यदवाप्नोति यच्चाप्युत्क्रामतीश्वरः गृहीत्वैतानि संयाति वायुर्गन्धानि वाशयात् श्रोत्रं चक्षुस्पर्शनं च रसनं घ्राणमेव च अधिष्ठाय मनश्चायं विषयानुपसेवते उत्क्रामन्तं स्थितं वापि भुञ्जानं वा गुणान्वितं विमूढानानुपश्यन्ति पश्यन्त्यात्मन्यवस्थितं यदन्तो योगिनश्चैनं पश्यन्त्यात्मन्यवस्थितं यदन्तोऽप्यकृतात्मानः नैनं पश्यन्त्यचेतसः यदादित्यगतं तेजः जगद्भासयतेऽखिलं यच्चन्द्रमसि यच्छाग्नौ तत्तेजो विद्धि मामकं गामाविश्य च भूतानि धारयाम्यहमोजसा पुष्णामि चौषधी सर्वाः सोमो भूत्वा रसात्मकः अहं वैश्वानरो भूत्वा धारयाम्यहमोजसा प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधम् सर्वस्य चाहं हृदि सन्निविष्टः मत्तस्मृतिज्ञानमपोहनं च वेदैश्च सर्वैरहमेव वेद्यः वेदान्तऋग्वेदविदेव चाहं द्वाविमौ पुरुषौ लोके क्षरश्चाक्षर एव च क्षरः सर्वाणि भूतानि कूटस्थोऽक्षर उच्यते उत्तमः पुरुषस्तन्यः परमात्मेत्युदाहृतः यो लोकत्रयमाविश्य बिभर्त्यव्यय ईश्वरः यस्माक्षरमतीतोऽहम् अक्षरादपि चोत्तमः अतोऽस्मि लोके वेदे च प्रतितः पुरुषोत्तमः यो मामेव समं मूढः जानाति पुरुषोत्तमं स सर्वविद् भजति मां सर्वभावेन भारत इति गुह्यतमं शास्त्रम् इदमुक्तं मया नघ एतद् भूत्वा बुद्धिमान् स्यात् कृतकृत्यश्च भारत तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे पुरुषोत्तमयोगो नाम पञ्चदशोऽध्यायः। हरे राम 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 हरे 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 कृष्ण 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 हरे हरे। हरे कृष्णा गुरु महाराज। हरे कृष्णा गुरु महाराज। ഗുരു മഹാരാജിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. ശരിക്കും ഗുരു മഹാരാജിനെ ആദ്യമായി കാണുന്ന സമയത്ത് ഞാനിപ്പോ സത്യസന്ധമായി പറയുകയാണെങ്കിൽ മഹാരാജിനെ കണ്ടില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഇത്രയും കാലം ഇസ്കോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാമജപവും ഭക്തിയുദ്ധ ഭഗവത്സേന എന്നിങ്ങനെ ഒരിക്കലും നമ്മൾ നിൽക്കേണ്ട ഒരാളായിരുന്നില്ല. ഗുരു മഹാരാജ് സ്നേഹം കൊണ്ട് നമ്മളെ അതിനകത്ത്
പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഗുരുമാരനെ കാണാൻ വേണ്ടി ദ്വാരക ഡാമിലേക്ക് 2023 അവിടുത്തെ ടെമ്പിൾ ഇനാഗുറേഷൻ സമയത്ത് പോകുന്ന സമയത്ത് വലിയ ഫംഗ്ഷനാണ്. ഒരുപാട് മഹാരാജന്മാരെല്ലാം ഉള്ള വലിയ വേദി, യജ്ഞം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുമാരനെ കാണാൻ വേണ്ടി നമുക്ക് എത്തി നോക്കാൻ സ്ഥലം കിട്ടിയത് ഗുരുമാരന്റെ പുറക് സൈഡിലെ ഏറ്റവും ബാക്ക് സൈഡിലായിരുന്നു. അപ്പൊ മഹാരാജ് ഒരു വ്യാസാസനത്തിൽ ഇരുന്നിട്ട് കാല് ഇങ്ങനെ വച്ച് ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ബാക്കിലൂടെ പോയിട്ട് ഒന്ന് മഹാരാജിനെ കാലിലൊന്ന് സ്പർശിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ തപ്പി ഫ്രണ്ടിലെത്തി. അടുത്തെത്തിയിട്ട് ഗുരുമഹാരാജിന്റെ ബാക്കിലൂടി നൈസ ഒന്ന് കൈയിട്ടിട്ട് ഒന്ന് ടച്ച് ചെയ്തു, ഫീറ്റിൽ ടച്ച് ചെയ്തു. മഹാരാജ് സ്ട്രെയിറ്റ് ആണ് നോക്കിയിരിക്കുന്നത്, അവിടെ കണ്ണാടി ഒന്നുമില്ല. പക്ഷെ ടച്ച് ചെയ്തതും മഹാരാജ് കൈകൊണ്ട് തലയിൽ പിടി പിടിച്ചു. എന്നിട്ട് കറക്റ്റ് പേര് വിളിച്ചു, കഥാകഥ എന്ന് പറഞ്ഞ ഒരു മൈസാണെന്ന് വിളിച്ചു. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന് 6ാം ഇന്ദ്രിയം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം നേരിട്ട് കണ്ടിട്ടില്ല. ഒരു സ്പർശനത്തിൽ ഗുരുമഹാരാജ് പേര് വിളിക്കുക തന്നെ ചെയ്തു. അപ്പൊ അത് എന്റെ ലൈഫില് ഞാൻ ഭയങ്കരമായിട്ട് മഹാരാജനെ ഒന്ന് പേടിച്ചു പോയി. എങ്ങനെ മനസ്സിലായി എന്നതായിരുന്നു എന്റെ ചിന്ത. അങ്ങനെ പല അവസരങ്ങളിലും മഹാരാജ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് ദ്വാരക ഡാമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സമയം മഹാരാജ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, വർഷത്തിലൊരിക്കൽ നിങ്ങൾ എന്നെ കാണാൻ വരണം എന്നൊരു മഹാരാജ് ഒരു ആവശ്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ പോകുവാൻ അന്ന് നമ്മളെല്ലാം യങ്ങാണ്, ജോലിയൊന്നുമില്ല, സ്റ്റുഡൻസ് ആണ്, ഇങ്ങനെയുള്ള കാലഘട്ടം. അപ്പോ പോകാൻ പൈസ ഇല്ല, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് പോകാൻ പൈസ ഇല്ല. പക്ഷെ പോകണം, മഹാരാജ് പറഞ്ഞിട്ടുണ്ട് വരണം. അപ്പോൾ വ്യാസപൂജയാണ് പൊതുവെ നമ്മളെല്ലാം പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാരാജിന്റെ കൂടെ ഒരുപാട് ഭക്തന്മാരും നമുക്ക് കാണാമല്ലോ. അങ്ങനെ ടിക്കറ്റിന് പൈസ ഇല്ല എന്നുള്ള ഒരു വിഷയം സത്യസന്ധമായി ഗുരുമഹാരാജിനോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന്റെ പൈസ ഗുരുമഹാരാജ് അയച്ചു തന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരാൻ പറഞ്ഞു. ഒരു വിവരമില്ലാത്ത ഡിസൈബിൾസ് ആയ ഞങ്ങൾ അത് മേടിച്ചു. ഗുരുവിനെ അങ്ങോട്ട് കൊടുക്കേണ്ടവരാണ് ഞങ്ങളത്. മഹാരാജ് പൈസ തന്നു എന്ന് പറഞ്ഞ് മേടിച്ചു. അപ്പോ അത് മേടിച്ചിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ്. പോയപ്പോ റോയൽ സ്വീകരണമാണ്. മൈ സൺ വരൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് മഹാരാജ്. അങ്ങനെ മഹാരാജ് നമ്മളെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എത്രയോ പൈസ മുടക്കി വന്ന എല്ലാവർക്കും രാജ്കോട്ടിൽ നിന്ന് ദ്വാരക പോകാൻ വേണ്ടിയുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് അവിടെ മഹാരാജ് വേറെ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. എല്ലാം ഫ്രീ, മൊത്തം ഫ്രീ ആണ്. എല്ലാരും കയറ്റി ഗുരുമഹാരാജും നമ്മളെ ഫ്രണ്ടിൽ നിന്ന് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി വന്നു. ദ്വാരക ഡാമിലെ എല്ലായിടത്തും കൊണ്ടുപോയി തിരിച്ച് രാജ്കോട്ട് കൊണ്ടുവന്നു. എല്ലാ എക്സ്പെൻസും ഞങ്ങൾക്ക് ഫ്രീ ആണ്. ഒരിക്കലും ഒരു ഡിസേബിൾസിന് കിട്ടാത്ത ഒരു സൗഭാഗ്യമായിരിക്കാം അതെല്ലാം. എന്നിട്ട് ഞങ്ങള് തിരിച്ചു പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ ഞങ്ങളെ കൊണ്ടാക്കാൻ മഹാരാജ് വന്നു. രാത്രി, അർദ്ധരാത്രിയും രാവിലെ, അതിരാവിലെ ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ട്രെയിൻ. എന്നാൽ മഹാരാജ അതിനു മുമ്പ് എഴുതിച്ച് റെഡിയായി ഞങ്ങളുടെ ട്രെയിനിൽ ഞങ്ങളെ കൊണ്ടാക്കാൻ വരെ വന്നിരുന്നു. ഇങ്ങനെ സ്നേഹം കൊണ്ട് മഹാരാജ് ശരിക്കും ഞങ്ങളെ കീഴ്പ്പെടുത്തി. അടുത്ത വർഷം പോയപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. മഹാരാജന്റെ നിന്ന് പൈസ മേടിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ബോധോദയം കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായി. അപ്പൊ ഞാന് ജോലിക്കൊക്കെ പോയി. കുറച്ച് ഡ്യൂട്ടിമാരുടെ കുറെ ടിക്കറ്റൊക്കെ ഞാൻ വഹിച്ചു. പക്ഷെ അപ്പം ഡൗൺ വഹിക്കാനുള്ള സമ്പാദ്യം അന്നില്ലായിരുന്നു. ബാക്കി മഹാരാജ് വഹിച്ചു. മറ്റൊരു വർഷത്തില് അപ്പ് ആൻഡ് ഡൗണില് അപ്പ് ഞങ്ങളും ഡൗൺ മഹാരാജ്. അപ്പോഴും നമുക്ക് ബോധമൊന്നുമില്ല, അത് മേടിക്കുക തന്നെ ചെയ്യുന്നു. മറ്റൊരു പ്രാവശ്യം പോയപ്പോ അപ്പും ഡൗണും ഞങ്ങളുടെ സ്വയം പര്യാപ്തമായി. മഹാരാജ് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞു. അവര് സ്വന്തം എക്സ്പെൻസിൽ 2.5 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് ഞങ്ങളെ എന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് ലോകത്തിലുള്ള എല്ലാ ലെക്ചറുകളിലും പറഞ്ഞു. ലോകത്തിൽ ആര് കണ്ടാലും ട്രിവാൻഡ്രം ഡ്യൂട്ടിമാരെ കാണുമ്പോൾ അവര് നമ്മളൊന്ന് നമസ്കരിക്കുകയാണ്.
മഹാരാജന്റെ നിന്ന് ഡൊണേഷൻ മേടിച്ച ടീമുകളാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്ന പേര് വേറെ എന്തൊക്കെയോ ആണ്. അതുകൊണ്ട് അവര് തപ്പിപ്പിടിച്ച് ട്രിവാൻഡ്രം ഡ്യൂട്ടീസ് എവിടെയെങ്കിലും പറഞ്ഞ് വന്ന് നമ്മളെ കണ്ട് നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. പക്ഷെ മഹാരാജ് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് ഒരു വലിയ സംഭവമാക്കി ലോകം മുഴുവനും പ്രചരിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ നമ്മൾ പോയപ്പോൾ അപ്പം ഡൗൺ ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കാനുള്ള ഭാഗ്യം ഗുരുമഹാരാജിന്റെ കൃപയാലുണ്ടായി. മഹാരാജിന് ഒരു ചെറിയ ഡൊണേഷൻ കൊടുക്കുകയും ചെയ്തു. ശരിക്കും ഗുരുമഹാരാജ് ആ ഡൊണേഷൻ വലിയ സംഭവമായിട്ട് പറഞ്ഞു. ഒരു കഷ്ടപ്പെട്ട് എനിക്ക് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഡൊണേഷൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തന്ന ആൾക്കാരെ കുറിച്ച് ഒന്നും മഹാരാജ് പറഞ്ഞില്ല. ഞങ്ങൾക്ക് 1000 രൂപ ചെറിയ എമൗണ്ടിനെ വലിയ വലുതായി പർവ്വതീകരിച്ച് ലോകം മുഴുവൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടും അർഹതയില്ലെങ്കിലും മഹാരാജന്റെ സ്നേഹം കൊണ്ട് കൈപിടിച്ച് തൂക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരവസരത്തില് തിരുവനന്തപുരത്തില് കുറച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ഡിവോട്ടീസൊക്കെ മരണപ്പെട്ടിട്ടുണ്ടായി. പല കാരണങ്ങളാൽ മരണപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഭക്തന്മാർക്കിടയിലുള്ള 2-3 മരണം നടന്നപ്പോൾ ആകെ ഡിസ്റ്റർബായിരുന്നു. 2006 കാലഘട്ടം. അപ്പോൾ ഗുരുമഹാരാജിനോട് നമ്മൾ പറഞ്ഞു, മഹാരാജ് ഇവിടെ കുറച്ച് ഡിവോട്ടീസ് മരണപ്പെട്ടു, ഞങ്ങൾ ആകെ ഡിസ്റ്റർബാണ്. 2 ഡിവോട്ടീസുമായി ഒരുമിച്ച് കൂടിയാൽ നമ്മൾ സംസാരിക്കുന്നത് മരണത്തിനെ കുറിച്ചാണ്, ഞങ്ങൾ ആകെ ദുഃഖിതരാണ് മഹാരാജിനെ പറഞ്ഞു. ഇവിടെ മഹാരാജ് പറഞ്ഞു, don't worry, I will bless all of you. Start the Jagannath Rathotsavam in Trivandrum. കൃഷ്ണ ഈ സൂര്യ സമാന, മാ ഈ അന്ധകാര. കൃഷ്ണ ഉള്ള സ്ഥലത്ത് അന്ധകാരം വരില്ല. അപ്പൊ കൃഷ്ണന്റെ ജഗന്നാഥ രഥോത്സവമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ പിന്നെ മരണം അത് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ജഗന്നാഥ രഥോത്സവം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായി ഭഗവാന്റെ മുന്നിൽ ജഗന്നാഥ രഥോത്സവം നടത്തിയത്. 2006 കാലഘട്ടത്തിലാണ്. അപ്പോൾ മഹാരാജന്റെ ബ്ലെസ്സിങ്സോട് കൂടി പാറശാല ട്രിവാൻഡ്രം നടത്താൻ കഴിഞ്ഞു. സത്യം എന്ന് പറയട്ടെ, അതിനുശേഷം അപമൃത്യു അതൊന്നും ഇതുവരെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടില്ല. ഒന്ന് ഹരേ കൃഷ്ണ മാത്രം പറഞ്ഞ് നമുക്ക് നമസ്കരിക്കാം. ഗുരുമാരുടെ ഹരേ കൃഷ്ണ. മഹാരാജ് ശരിക്കും ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്തു. ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആയി. മറ്റൊരു അവസരത്തില് ഗുരുമഹാരാജിന്റെ ഫ്രണ്ടില് നമ്മൾ ചിരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മഹാരാജ് പറഞ്ഞു, ഇന്ന ശ്ലോകം വായിക്കുമെന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, മലയാളത്തിലാണെങ്കിൽ ഭാഗവതം ബുക്ക് ഇറങ്ങിയിട്ടില്ല. അതും നമ്മൾ വളരെ ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. കാരണം നമുക്കത് ബാധകമല്ലല്ലോ, ഈ വായനൊന്നും നമുക്ക് ബാധകം. ഒന്നും മലയാളത്തിൽ ബുക്കില്ല, 2 ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. അവരുടെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ചിരിച്ചോണ്ടിരുന്നു. മഹാരാജ് ചോദിച്ചു, ടേക്ക് ഭാഗവതം. ഞങ്ങൾ പറഞ്ഞു, മഹാരാജ് ഭാഗവതം മലയാളത്തിൽ ഇറങ്ങി. വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു. ഇവിടെ നെഞ്ചിൽ കൈ വെച്ചിട്ട് മഹാരാജ് വിഷമത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു, മലയാളത്തിൽ ഭാഗവതം ഇല്ലേ എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ച് വേദനിച്ചു. അത് കണ്ടപ്പോ നമ്മുടെ ചിരിയെല്ലാം അപ്രത്യക്ഷമായി. ഭാഗവതം എന്തിനും അത് വലിയൊരു സംഭവമാണ് അന്നാണ് പിടികിട്ടിയത്. ഭാഗവതം ഇല്ലേ മലയാളത്തിൽ? മഹാരാജ് വളരെ വിഷമിച്ചു. എന്നിട്ട് മഹാരാജ് പറഞ്ഞു, കഥാമൃത യു ട്രാൻസ്ലേറ്റ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഞാൻ വീണ്ടും ചിരിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് എന്റെ പേരല്ലാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും വേറെ ഒന്നും എഴുതാറില്ല. അപ്പോ ഞാൻ പേഴ്സണൽ ടോക്കിനിടയിൽ മഹാരാജിന്റെ അടുത്ത് ഫ്രണ്ട്ലി ആണ് മഹാരാജ്. അതുകൊണ്ട് നമുക്ക് എല്ലാം പറയും. മഹാരാജ് സോറി മഹാരാജ്, യെസ് മഹാരാജ് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഗുരു മഹാരാജ് ബട്ട് ഐ കാൺ, എനിക്ക് അത് ഇംഗ്ലീഷ് മലയാളത്തിലൊന്നും എന്റെ പേരല്ലാതെ ഒന്നും എഴുതാൻ അറിയില്ല മഹാരാജ് സത്യസന്ധമായി പറഞ്ഞു. മഹാരാജ് പറഞ്ഞു, യു ഗോ ടു ട്രിവാൻഡ്രം ആൻഡ് വാട്ട് എവർ യു ക്യാൻ ഏബിൾ ടു ഡു, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്യും. Krishna will send you the person, facility, everything Krishna will provide. You think about it and go and do for Bhagavad translation. Yes, Maharaj, if your blessings is there, it will happen. Maharaj's path നമസ്കരിച്ചു. അപ്പൊ ഞാൻ വന്നിട്ട് ആദ്യമായി ചെയ്ത ഒരു നോട്ട് ബുക്കിൽ മഹാരാജ് പറഞ്ഞു ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് എഴുതി വെച്ചു. അത്രേ പറ്റുമായിരുന്നു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഗുരുമഹാരാജന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് അത് സംഭവിക്കുകയും ചെയ്തു. ആരെങ്കിലും കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഗുരുമഹാരാജ് പറഞ്ഞ വ്യക്തി ഇതായിരിക്കുമോ? ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മഹാരാജ് കൃഷ്ണൻ അയച്ച് കൃഷ്ണ വിൽ സെൻഡ് യു എന്നാണ് പറഞ്ഞത്, ദ പേഴ്സൺ. ഇദ്ദേഹമായിരിക്കുമോ എന്ന് ചുമ്മാ ഒരു ചെക്കിങ് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അവസാനം ഒരു സംഭവം നടന്നു. കേരളത്തിൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഡോട്ടി
ഡ്യൂട്ടി അല്ല അദ്ദേഹം അതൊരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ വാക്മൻ ചെവിയിൽ വെച്ച് നടന്നു പോയിക്കൊണ്ടിരുന്നു. റെയിൽവേ പാലത്തിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ബാക്കിലൂടെ ട്രെയിൻ വന്ന് ഇടിച്ചു. സ്വാഭാവികമായിട്ട് ട്രെയിൻ വന്ന് ഇടിച്ചാൽ ആൾക്കാർ മരിച്ചു പോകും അല്ലേ? ഇദ്ദേഹം മരിച്ചില്ല. അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായി പോയി. അപ്പൊ അദ്ദേഹം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പോയി കണ്ടു. വളരെ വേദനാജനകം. അരയ്ക്ക് താഴെ തളർന്നു പോയി. നല്ല രീതിയിൽ പഠിക്കുന്ന തിരുവനന്തപുരം കരമന സ്കൂളിൽ ഒരേ ഒരു ഡിസ്റ്റിങ്ഷനേ ഉള്ളൂ 10ാം ക്ലാസ്സിൽ. അത് ഇദ്ദേഹത്തിന് അദ്ദേഹം LLBക്ക് പോയി. അത് കണ്ടപ്പോൾ ഞാനും LLBക്ക് പോയി. അദ്ദേഹമാണ് എന്നെ LLBക്ക് പോകാൻ പറഞ്ഞത്. അദ്ദേഹം അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് MCAക്ക് പോയ സമയത്താണ് അവിടെ ഈ ഒരു അപകടം നടന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ ഗുരുമാരായന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് അദ്ദേഹം മരിച്ചില്ല. എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു പക്ഷെ മരിക്കാത്തത് എന്തോ ഒരു പർപ്പസ് ഇനി പെൻഡിങ് ഉണ്ടായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കൾക്ക് ശ്രീമദ് ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒരു വേദന വരും. അപ്പൊ കയ്യിലുള്ളതെല്ലാം എടുത്ത് എറിയുന്ന ഒരു ശീലം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു തോക്ക് എനിക്ക് മേടിച്ചതാണ്. എനിക്ക് പേച്ചിരുന്ന് തൂങ്ങാൻ നട്ടലില്ല. ഭയങ്കര വിഷമം തോന്നുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി സംസാരിക്കുന്നു, കൃഷ്ണനെ കുറിച്ച് പറയുന്നു, ഭഗവത്ഗീത കൊടുക്കുന്നു, മാല കൊടുത്ത് ജയിപ്പിച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇത് നല്ല സൂപ്പർ റീഡറായി മാറി. ശ്രീലപ്രഭാതിന്റെ പുസ്തകങ്ങളെല്ലാം ഒറ്റ പുസ്തകം വിടാതെ അത് കുത്തിയിരുന്ന് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് അദ്ദേഹം ഒരു ചെറിയൊരു ഭക്തനായി മാറി. അപ്പൊ എനിക്ക് തോന്നി ഗുരുമഹാരാജ് പറഞ്ഞ വ്യക്തി ഒരു പക്ഷേ ഇദ്ദേഹം ആയിരിക്കാം. മഹാരാജനോട് വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് മഹാരാജന്റെ അടുത്ത് സംസാരിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ ഗുരുമഹാരാജനെ വിളിച്ചു. അദ്ദേഹത്തിന് മഹാരാജ്, ഈ ഒരു ഡിവോട്ടി അങ്ങ് പറഞ്ഞുവല്ലോ കൃഷ്ണൻ ഒരാളെ അയച്ചു തരുമെന്ന് ശ്രീമദ് ഭാഗവതത്തിന് വേണ്ടി ട്രാൻസ്ലേഷൻ വേണ്ടി. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഗുരുമഹാരാജ് അങ്ങ് ചെക്ക് ചെയ്യൂ, നോക്കൂ മഹാരാജ്, ഇദ്ദേഹം തന്നെയാണെന്ന് ചെക്ക് ചെയ്യുന്നത്. പ്ലീസ് ഗിവ് ടു ഹിം എന്ന് പറഞ്ഞ് മൊബൈൽ കൊടുക്കണം. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. ഞാൻ പറഞ്ഞ് ഗുരുമഹാരാജ് എന്ത് പറഞ്ഞാലും ഒറ്റ ഒരു ആൻസറേ പറയാം, എന്താ യെസ് മഹാരാജ് എന്ന് മാത്രം പറയാൻ, വേറെ ഒന്നും പറയണ്ടേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വിറയിലൊക്കെ ഉണ്ടായി നല്ലവണ്ണം വേർക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മഹാരാജെ കൊടുത്തു. നമ്മുടെ മഹാരാജ് പറഞ്ഞത്, യെസ് യു ആർ ദ പേഴ്സൺ, കൃഷ്ണ സെൻഡ് യു ഫോർ ദിസ് പർപ്പസ്, യു പ്ലീസ് ട്രാൻസ്ലേറ്റ് ശ്രീമദ് ഭാഗവതം, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്, യു ഡു ടുഡേ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞു. അദ്ദേഹം മഹാരാജനെ വിളിക്കാനും അതിന് അറിയില്ല. യെസ് പ്രഭു എന്നൊക്കെ മഹാരാജൻ പറഞ്ഞു. അപ്പൊ മഹാരാജ് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു, നീ ബുക്കും പേപ്പറും എല്ലാം അതിലേക്ക് കൊടുക്ക്, ഹി ഈസ് ദ പേഴ്സൺ, ഹി വിൽ ട്രാൻസ്ലേറ്റ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു. ശരിക്കും കൃഷ്ണന്റെയും ഗുരുവിന്റെയും കൃപയാൽ അന്ന് മുതൽ അദ്ദേഹം വെറുതെ എഴുതി തുടങ്ങിയതാണ്. ഭഗവാന്റെ കൃപയാൽ ഫസ്റ്റും സെക്കൻഡും ക്യാൻഡോ ഓഫ് ശ്രീമദ് ഭാഗവതം. ഹരി ബോൾ. പല കാരണങ്ങളാൽ പല ഡ്യൂട്ടീസ് ഉദ്യമിച്ചിട്ടും ആദ്യം എന്തുകൊണ്ട് പല കാരണങ്ങളാൽ നടന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ ഫസ്റ്റ് കാര്യം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ശരീരം ഉപേക്ഷിക്കേണ്ട സമയം വന്നു. അദ്ദേഹം കാലക്രമേണ ശരീരം ഉപേക്ഷിച്ചു. പക്ഷേ ഈ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഗുരുമഹാരാജ് ഇനിഷ്യേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഗുരുമഹാരാജ് കൊടുത്ത പേരെന്ന് പറയുന്നത്, ഗുരുമഹാരാജ് ആ പേര് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ലീലയെ കുറിച്ച് ലോകം ഓർക്കും. അനാദിനിദിനം കൃഷ്ണദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തത്. അനാദിനിദിനം കൃഷ്ണദാസ്. അത് കൊടുക്കുന്നതിന് മുമ്പ് ഗുരുമഹാരാജ് പറഞ്ഞു, ആദിയും അന്തവും ഇല്ലാത്ത കൃഷ്ണന്റെ ദാസൻ. കൃഷ്ണന് ആദിയുമില്ല അന്തവുമില്ല. അദ്ദേഹം നമ്മളെ പോലെ ജനിച്ചിട്ടാണല്ലോ. അതേപോലെ ശ്രീമദ് ഭാഗവതവും ആദിയുമില്ല അന്തവുമില്ല. എന്നൊക്കെ ഈ ലോകത്ത് മലയാളം ശ്രീമദ് ഭാഗവതം ഉണ്ടായിരുന്നോ അന്നെല്ലാം അനാദിനിദിനം പ്രഭുവിനെ ഈ ലോകം ഓർക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അനാദിനിദിനം കൃഷ്ണദാസ് ഗുരുമഹാരാജ് പേര് നൽകി. അപ്പോൾ അനാദിനിദിനം പ്രഭു ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഫസ്റ്റും സെക്കൻഡും ക്യാൻഡോ ശ്രീമദ് ഭാഗവതം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഗുരുമഹാരാജിന്റെ കൃപയാണ്. അദ്ദേഹം അതിനുശേഷം നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് സാശ്വത പ്രഭുവിന്റെ അമ്മായി അച്ഛൻ ആ സർവീസ് ആത്മാർത്ഥമായി ഏറ്റെടുക്കുകയും ശ്രീമദ് ഭാഗവതം മുഴുവനും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുകയും അദ്ദേഹം ഗുരുമഹാരാജിന്റെ എല്ലാ വൈഷ്ണവരുടെ കൃപയാൽ ചൈതന്യ ചരിതാമൃതം അതും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി.
തീർച്ചയായിട്ടും ഇവിടെയുള്ള ഒരുപാട് മാതാജീസ് ചൈതന്യ സർവീസിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മാതാജി ഉണ്ടല്ലോ, ദേവികി മാതാജിയൊക്കെ സർവീസ് ചെയ്ത്, പ്രഭാവി മാതാജിക്കാരന്റെ ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. പിന്നെ അങ്ങനെ ശ്രീമദ് ഭാഗവതം സേവയില് ഒരു ചെറിയൊരു ഗുരുമാരായന്റെ ചെറിയല്ല വലിയൊരു ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം ഈ അവസരത്തിൽ ഭക്തജനങ്ങളിലേക്ക് പങ്കുവച്ചു പോകട്ടെ. കൃഷ്ണകൃപയാൽ എല്ലാ ഭക്തന്മാർക്കും ഇനിയും സംസാരിക്കാനുള്ള അവസരം കുറവായതുകൊണ്ട് ഗുരുമാരായന്റെ ക്ലാരിഫിക്കേഷൻ തൽക്കാലം ഞാൻ നടത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവ അങ്ങയെ കുറിച്ച് പറയാനുണ്ട്. അത് പറയുന്തോറും നമുക്ക് ആനന്ദമാണ്. ശരിക്കും ഞാൻ ഈ ഫീൽഡ് വിട്ട് പോകാൻ എത്രയോ പ്രാവശ്യം ശ്രമിച്ചപ്പോ എല്ലാം ഈ ഗുരുമാരായന്റെ സ്നേഹം ഓർത്ത്, പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒന്നുമില്ല. അദ്ദേഹം സ്നേഹം കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം പിടിച്ചാക്കിയത്. ഭക്തിയൊക്കെ എന്താണ് നല്ല ഒരു സൺ എന്നാണ് വിളിക്കുന്നത്, മകനേ എന്ന് വിളിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാം മറന്നു. ഇനിയും കാണണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ ഗുരുമാരായ ശരീരവിഷയം സമയത്ത് 91 വയസ്സാണ്. ഇനി നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. എന്തായാലും ഗുരുമാരായ നമ്മളെ വിട്ട് പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഗുരുമാരാജ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഓർക്കണം, എന്നെ കൂടെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ശ്രീമദ് ഭാഗവതം തുറക്കുക. എനിക്ക് നിനക്ക് തരാനുള്ള ഇൻസ്ട്രക്ഷൻ അതിനകത്ത് പ്രഭാത എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗവതം നന്നായി പഠിക്കണം, ആത്മാർത്ഥമായി പഠിക്കണം എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതേപോലെ ഗുരുമാരാജ ആചരിച്ച് കാണിച്ചിട്ടുണ്ട് എങ്ങനെ ശ്രീമദ് ഭാഗവതം പഠിക്കണം. ശ്രീലപ്രഭാത ഗുരുമാരായനോട് പറഞ്ഞു, അങ്ങ് എഡ്യൂക്കേറ്റഡ് അല്ലേ, എന്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൂടാ? ഒരു പ്രാവശ്യം പറഞ്ഞു, അത്ര തന്നെ. ഉടനെ ഗുരുമാരാജ് പോയിരുന്ന് പഠിക്കാൻ തുടങ്ങി. സാധാരണ നമ്മൾ എത്ര വർഷം പഠിക്കും? ഇത്ര മണിക്കൂർ പഠിക്കും. ഇദ്ദേഹം രാവിലെ മംഗളാരതി ചെയ്യും, അതിനുശേഷം ഭാഗവതം പഠിക്കാൻ തുടങ്ങി. പ്രസാദം കഴിച്ചിട്ട് ഭാഗവതം പഠിക്കാൻ തുടങ്ങി. ഒരൊറ്റ ഇരിപ്പിന് വൈകുന്നേരം വീണ്ടും ക്ഷേത്രം അടച്ച് വീണ്ടും തുറക്കുന്നവരെ ആ ഇരിപ്പിരുന്ന് ഒരൊറ്റ ഇരിപ്പിരുന്നാണ് പഠിക്കുന്നത്. നടന്നോ ഓടിയോ അതൊന്നുമല്ല, ഒറ്റ ഒരു ഇരിപ്പാണ് മഹാരാജ്. ഗുരുമഹാരാജ് ആ സമയം ചെലവാക്കിയ സർവീസ് ചെയ്ത സേവനം ചെയ്ത സെന്റർ എന്ന് പറയുന്നത് ലണ്ടൻ ഇസ്കോൺ ടെമ്പിൾ. അപ്പൊ ലണ്ടൻ ഇസ്കോൺ ടെമ്പിളില് എപ്പോ പോയാലും ഒരു മനുഷ്യനിരുന്ന് ഭാഗവതം വായിക്കുന്നതാണ്. അത് ഒരു തൂണിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് വായിക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോ എല്ലാവരും പറയാൻ തുടങ്ങി, മഹാവിഷ്ണു മഹാരാജ് ഇരിക്കുന്ന തൂൺ എന്നും അതിന് പേര്. എന്റെ വലിയ ആഗ്രഹമാണ് മരിക്കും മുമ്പ് ആ തൂൺ പോയി കാണണം. മഹാരാജ് ആ തൂണിലിരുന്ന് മൂട്ടിലിരുന്ന് പഠിച്ചത് 14 വർഷം, നീണ്ട 14 വർഷം ഓരോ ശ്ലോകവും നോട്ട് എഴുതിയാണ് പഠിച്ചത്. ഓരോ ശ്ലോകവും ഗുരുമഹാരാജിന് മൊത്തം 18,000 ശ്ലോകത്തിൽ 15,000-ഓളം ശ്ലോകം കാണാതെ അറിയാം എന്ന് പറയുമ്പോൾ ശ്ലോകം വേർഡ് ബൈ വേർഡ് മീനിങ് അതിന്റെ ട്രാൻസ്ലേഷൻ കാണാം. അപ്പൊ ഒരു ഗുരു ശ്രീലപ്രഭാത പറഞ്ഞത് എന്തോ അത് അപ്പടി സീരിയസ്. ഭാഗവതം പഠിച്ചിട്ട് പ്രചരിപ്പിച്ചോടെയും ചോദിച്ചു. 14 വർഷം പഠിക്കാൻ മാറ്റിവെച്ചു. പിന്നെ അദ്ദേഹം പ്രചരിപ്പിക്കാൻ. അങ്ങനെ ആചരിച്ച് കാണിച്ചു തന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളോട് പറയും, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് നിനക്കുണ്ടെങ്കിൽ നീ 12-ാമത്തെ അധ്യായം 15-ാമത്തെ അധ്യായം ശ്രീമദ് ഭഗവത്ഗീത പഠിക്കണം, വായിക്കണം. അപ്പൊ നിന്റെ എല്ലാ ഭൗതിക ആദ്യത്തെ പ്രശ്നം സോൾവ് ആവും എന്ന് പറയും. പിന്നെ ഗുരുമഹാരാജ് നമ്മൾക്ക് പ്രാക്ടിക്കലാണ്, ഒന്നും സ്പിരിച്വൽ പേഴ്സൺ ആണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നിലവാരത്തിലല്ല സംസാരിക്കുന്നത്. ആര് പോയാലും അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള സൊല്യൂഷനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുരുമഹാരാജനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് സൊല്യൂഷൻ. അപ്പോ അങ്ങനെ ഒരു എല്ലാ വ്യക്തികളോടും മഹാരാജ് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു രഹസ്യം യാഥാർത്ഥ്യം എന്താണ്? ഗുരുമഹാരാജ് ഒരു പ്രാവശ്യം വന്നപ്പോൾ എല്ലാവർക്കും ദേഷ്യം. നമ്മൾ അടുത്ത വർഷം ഗുരുമഹാരാജനെ കാണാൻ പോയപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഓരോ വ്യക്തിയെയും മഹാരാജ് പേര് വെച്ച് വിളിച്ചു. ഇതൊരു സൗഭാഗ്യമായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നത്. കാരണം എന്റെ പേര് കഥാമൃത കൃഷ്ണദാസ് കറക്റ്റായി വിളിച്ചു, പതിതവാൻ പ്രഭുവിനെ കറക്റ്റായിട്ട് വിളിച്ചു. ഞങ്ങൾ ഗുരുമഹാരാജനെ പിന്നെ കാണുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഏകദേശം 40ഓളം ഡ്യൂട്ടീസ് ഈശോ ഒരുമിച്ചെടുത്തതാണ്. ഈ 40 ഡ്യൂട്ടീസില് 30ഓളം ആൾക്കാർ 35ഓളം ആൾക്കാർ നമ്മൾ പോയി കണ്ടു. ഓരോരുത്തരെയും പേര് മഹാരാജ് മറന്നിട്ടില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതോ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ബന്ധം ഗുരുമഹാരാജൻ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിഷമമുണ്ട്, നമുക്ക് കുറെ കാലം കൂടി ഒന്ന് വേണമായിരുന്നു. പക്ഷെ അതെ, ഗുരുമഹാരാജ് കി ജയ്. Hare Krishna, dear Gurudev. Happy Vyasa Puja, happy Krishna conscious birthday. മഹാരാജ്, ഇന്ന് ഇത്രയും നല്ലൊരു ദിവസത്തില് മഹാരാജിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാന്നുള്ളത് വളരെ സന്തോഷവും അതിന് യോഗ്യതയില്ലെങ്കിൽ പോലും ഒരു ശിഷ്യയുടെ കർമ്മമാണ് ഗുരുവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. മഹാരാജ് നമ്മളെ ഫിസിക്കലി വിട്ടുപോയിട്ട് 14 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും അങ്ങയുടെ ഗ്ലോറീസ് ലോകം മുഴുവനും അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ ഗ്ലോറീസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങള് ലാസ്റ്റ് ഹരേകൃഷ്ണ പ്രഭുവിന്റെ ഗുരു മഹാരാജ് സംഘർഷൻ ദാസ് അധികാരി മഹാരാജ് വന്നിരുന്ന സമയത്ത് ഞാൻ കലാംബ പ്രഭു, ചൈതന്യ പ്രഭു, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ ഒരു ചെന്നൈയിൽ നിന്നൊരു ഡിസൈപ്പിൾ വന്നിരുന്നു മഹാരാജിന്റെ. അപ്പൊ ആ പ്രഭുവിന്റെ കാർ ഇങ്ങനെ കണ്ടിട്ട് നമ്മള് ഇലക്ട്രിക് കാർ, അപ്പൊ അത് എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു വെറുതെ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് പ്രഭു എവിടെയും ചോദിച്ചപ്പോ ചെന്നൈയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു കാലചക്ര പ്രഭുവിനെ അറിയാമോ എന്ന് ചോദിച്ചു. കാരണം നമുക്ക് ചെന്നൈ എന്ന് പറയുമ്പോ കാലചക്ര പ്രഭുവാണ്. അപ്പോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് പറഞ്ഞു ഞങ്ങളുടെ ഗോഡ് ബ്രദർ ആണെന്ന് പറഞ്ഞു. ആ പ്രഭു ആ മിനിറ്റ് ഞങ്ങളെ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഇത് മഹാരാജനും കാജോ പ്രഭുവിനെയും പോലെയുള്ള ആൾക്കാരെ കൂടെ ഉള്ളവരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രഭു ഒരുപാട് മഹാരാജിനെയും കാജോ പ്രഭുവിനെയും ഗ്ലോറിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങള് മഹാരാജിന്റെ കാരുണ്യത്താൽ ഹിസ് ഹോളിനെസ് രാനാസ്വാമി മഹാരാജിന്റെ കാർത്തിക് യാത്രയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. അവിടെ ഞങ്ങള് ഗോവർദ്ധനിലായിരുന്നു. അപ്പൊ ഗോവർദ്ധൻ കുറച്ച് ഉള്ളിലോട്ട് 8 കിലോമീറ്റർ സിറ്റിക്കകത്ത് അകത്തായിരുന്നു പന്തലുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ടോട്ടോയിലാണ് പോവുക. അപ്പൊ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കുറെ ഡിഫിക്കൽറ്റി ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞാനും ശുഭാംഗിയും പ്രഭു അന്ന് അമാവാസി ഭാഗവതം റീഡിംഗ് ഉള്ളതുകൊണ്ട് കഥാപ്രഭു വന്നില്ല. ഞാനും ശുഭാംഗിയും കൂടെ നടന്ന് കുറെ കഷ്ടപ്പെട്ട് നമ്മൾ പല സ്ഥലത്തും പോയി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത്. അപ്പൊ ഒരു ഡിവോട്ടി ഒരു കുഞ്ഞും വൈഫുമായിട്ട് അവിടെ നിന്നു. അപ്പൊ അവരും അങ്ങോട്ട് പോകാനായിരുന്നു. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോ അവരും നമ്മൾ ഒരുമിച്ച് ഒരു ഓട്ടോ വിളിച്ചു. അപ്പൊ പ്രഭു ഇങ്ങനെ ഇവിടെ നിന്നാണ് എന്താണ് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇവിടെ ആരുടെ ഡിസേബിൾ ആണ് ഇങ്ങനെയാണ് യാത്രയിൽ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോ വിഷ്ണു ഗോസ്വാമി മഹാരാജന്റെ ഡിസേബിൾ ആണെന്ന് പറഞ്ഞപ്പോ പ്രഭു എന്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ യാത്ര എന്താണ് അദ്ദേഹത്തിന് ലീഡ് ചെയ്യുന്ന ഒരു ഡിവോട്ടി ഉണ്ട്. അദ്ദേഹം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആപ്പ് എന്ന് വെച്ചാല് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ശ്ലോകം എടുത്താൽ അതിനെക്കുറിച്ച് ആരൊക്കെ കമന്ററീസ് പറഞ്ഞിട്ടുണ്ടോ ആ കമന്ററീസ് എല്ലാം താഴെ വരുന്ന രീതിയിൽ ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ആപ്പ് അവരെല്ലാവർക്കും ആക്സസ് കൊടുക്കുന്നില്ല. ചുരുക്കം കുറച്ചു പേർക്ക് ഇപ്പൊ ആക്സസ് കൊടുക്കുന്നുള്ളൂ. ഉറപ്പായിട്ട് ഞാൻ മാതാജിക്ക് തരും. എന്തുകൊണ്ടെന്നാൽ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് എന്ന് വെച്ചാൽ ഭാഗവതമാണ്. അപ്പൊ മഹാരാജന്റെ ഡിസേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് ഭാഗത്തിന് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ടും മാജിക്ക് അതിന്റെ ആക്സസ് തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പ്രഭുവിനോടും പ്രഭുവിന്റെ കാര്യം പറഞ്ഞു അറിയാം അവര് പൂനെയാണ്, പ്രഭു പൂനെയിൽ വരും. അപ്പൊ മഹാരാജ് പണ്ട് പറഞ്ഞിട്ടുണ്ട് മഹാരാജിന് പോയതിനു ശേഷവും മഹാരാജിന്റെ ഗ്ലോറീസ് ഉറപ്പായിട്ടും മഹാരാജിന്റെ ഡിസേബിൾസിന്റെ കൂടെ ആയിരിക്കും ഈ ലോകത്തെത്തുക എന്നുള്ളത്. അതിന് നമ്മള് കാർത്തിക് യാത്ര പോയപ്പോ കണ്ടതാണ്. കാജോ പ്രഭു അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടില് വൃന്ദാവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷനില് 1 മാസമാണ് പ്രഭുവിനെ അവരവിടെ സ്റ്റേ ചെയ്യിച്ച് ഭക്തി വൈഭവ ക്ലാസ് എടുക്കുന്നത്. ഇപ്പൊ പ്രഭുവിനെ മായാപൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗോവർദ്ധൻ എക്കോ വില്ലേജ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഭു ക്ലാസ് എടുക്കുന്നുണ്ട്. പ്രഭു ആകെ കൊണ്ടുപോയത് ഭാഗവതമാണ്. മഹാരാജ് കൊടുത്ത ഭാഗവതം മാത്രമാണ് പ്രഭുവിന്റെ കയ്യിലുള്ളത്. അതാണ് പ്രഭുവിനെ മഹാരാജിനെയും ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് വളരെ സന്തോഷവും പക്ഷെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മഹാരാജ്. മഹാരാജ് അറിയാം മഹാരാജിന്റെ വാണിയിലൂടെ മഹാരാജ് ഉണ്ടെന്ന്. പക്ഷെ ഫാളൻ സോൾസ് ആയി നമുക്ക് അത് അത്രയും യൂട്ടിലൈസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല മഹാരാജ്.
അപ്പൊ ഇന്ന് അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് മിസ്സും ചെയ്യുന്നുണ്ട് മഹാരാജ്. ഹരേ കൃഷ്ണ. മഹാരാജിന്റെ ഒരു ശ്ലോകം കൂടെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹേ ഹേ ഗുരു ജ്ഞാനതീന ബന്ധോ സ്വനന്ദ തഥാ കരുണൈക സിന്ധോ വൃന്ദാവനാസീന ഹിതാവതാര പ്രസീത ഹ്രദാ പ്രണായ പ്രചര. O spiritual master, O giver of divine wisdom, O friend of the fallen, you are the giver of your own bliss, and you are the only ocean of mercy. Although dwelling in Vrindavan, you have descended for the welfare of fallen souls like myself, and you are teaching the divine love of Radha for Krishna. Please be kind upon me. Hare Krishna Maharaj. Thank you so much. Happy Vyasa Puja and happy Vyasa Puja to all devotees here. Maharaj's blessings എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർ ജയപ്രഭു. ഹരേ കൃഷ്ണ. പക്ഷെ ഒന്നും എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മഹാരാജ് ഗുരുമാതൃപിത ഗുരുബന്ധു സഖ നമ്മളെ കൊണ്ടു വരുന്നില്ല. ഗുരുമാതൃപിത ഗുരുബന്ധു സഖ ഗുരുചരണം ഗുരുവേ കോടി പ്രണാമം ഗുരുവേ കോടി പ്രണാമം മഹാവിഷ്ണു ഗോസ്വാമി കോടി പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനപ്രജ്ഞാതസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുമിലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിന്റെയും കൃപയാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 46 ശതമാനം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗുരുമഹാരാജിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു. മഹാരാജ് നമുക്ക് വളരെയേറെ വിലപ്പെട്ട ഒരുപാട് ഉപദേശങ്ങളുണ്ട്. മഹാരാജിനെ കാണാൻ കഴിയും, ദ്വാരകയിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. മഹാരാജ് നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മൾ സാധാരണ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുരു. നമുക്ക് വിദ്യാഭ്യാസ സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഗുരു ഉണ്ടാവും, ഒരു തൊഴിൽപരമായി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഗുരു ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ആധ്യാത്മിക സംഘടന ഗുരുമഹാരാജ് ശ്രീല പ്രഭുപാദിന്റെ കാര്യങ്ങൾ വരാനും അതിലൂടെ ഗുരുമഹാരാജിനെ കിട്ടാനും സാധിച്ചു. ഗുരുമഹാരാജ് കുറിച്ച് എനിക്ക് സമയം നമ്മൾ ഒരുപാട് അതിക്രമിച്ചു. ഗുരുമാരെ 2-3 പോയിന്റുകൾ എനിക്ക് പോകാമെന്ന് പറയാൻ ഓർമ്മ വരുന്നത്. ഗുരുമാരെ പറഞ്ഞ നമ്മള് എപ്പോഴും ക്ഷമയുള്ളവനായിരിക്കും. കുറച്ച് പോയിന്റ് മനസ്സിലൊന്നാണ്, നമ്മൾ എപ്പോഴും ക്ഷമ ഉള്ളവനായിരിക്കുക. നമ്മുടെ ദേഷ്യം എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരോട് വിനയമുള്ളവനായിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും സത്യസന്ധനായിരിക്കുന്നത്, നമ്മളെ എപ്പോഴും സത്യസന്ധമായിരിക്കുക. പിന്നെ മാനായി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും മണി കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ മാതാജിമാരുമായിട്ട്, അതായത് ഡിവോഷണൽപരമായിട്ട് വന്നാൽ ശരി, ഒരു മിംഗ്ലിംഗ് നമ്മൾ കറക്റ്റ് അതനുസരിച്ച് ചെയ്യുക. ഇത്തരം പോലെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ട് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഹരേ കൃഷ്ണ. അതായത് മഹാരാജിന്റെ കാര്യത്തിൽ മഹാരാജ് BVT, അതായത് ഭഗവത്ഗീത ഭാഗവത ചാൻഡ്, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കട്ടെ. എന്നൊരു മഹാരാജ് അവരുടെ കാരണം എപ്പോഴും ഭക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മഹാരാജ് ജി. അമർപുരാൻ മാതാജി.
യോഗ്യതയും മഹാരാജന്റെ ഡിസൈപ്പിൾ ആവാനുള്ള ഒരു യോഗ്യതയും ഇല്ല. എങ്കിലും ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹം കൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാനും ഭഗവാനെ അറിയാനും ഭാഗവത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ മക്കളെയും ഇതിലോട്ട് കൊണ്ടുവരുന്നതിന് ഒക്കെ കഴിയുന്നത് ഗുരുമഹാരാജന്റെ ഒരു കരുണ കൊണ്ട് മാത്രമാണ്. ഇനിയും ഭക്തിയുടെ സേവനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hare Krishna, His Holiness Mahavishnu Goswami Maharaj ki jai. Actually, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു മഹാരാജ് എനിക്ക് ചാൻസ് തരുമോ ഇല്ലേ, വെയിറ്റിംഗ് ഫോർ ഇറ്റ്. എനിക്ക് മഹാരാജ് ഞാൻ എൻ്റെ ഒരു സ്കൂൾ 8th 9th ആയിരുന്നപ്പോഴാണ് ഫസ്റ്റ് ഞാൻ മഹാരാജ് ഇസ്കോണിൽ വരുന്നത്. എനിക്ക് ഇസ്കോണിനെ കുറിച്ച് വലുതായിട്ടൊന്നും ആ സമയത്ത് അറിയില്ലായിരുന്നു. ചാൻഡിങ് ചെയ്യും, കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകൾ കേൾക്കും നമ്മുടെ തൃപ്പാദപുരത്ത് വെച്ച്. ആ സമയത്ത് മഹാരാജ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മഹാരാജിനെ കുറിച്ച് ഫെമിലിയർ അല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് മഹാരാജിനെ എന്താ പറയുക ഹൃദയത്തിലോട് ചേർക്കുന്നത് മഹാരാജ് സമാധിയായപ്പോഴായിരുന്നു. കാരണം അന്നൊരു ഈവനിങ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു സ്മരൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മഹാരാജ് ഇച്ചിരി സീരിയസ് ആണ്, മഹാരാജിന് വേണ്ടി ചാൻഡ് ചെയ്യണം. അപ്പോഴും എനിക്ക് മഹാരാജ് ഗുരു എന്താണ് വലിയ സീരിയസ്നെസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു സീരിയസ്നെസ്സും ഇല്ലായിരുന്നു. ആ സമയത്ത് കൃഷ്ണൻ എനിക്ക് തന്നെ സയൻസ് സ്റ്റാൻഡേർഡിൽ വെച്ചാണ് ഭഗവാനെ തന്നെ ഞാൻ എന്താ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഐ തിങ്ക് ഐ വാസ് 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡിൽ വെച്ചാണ് ഞാൻ ഭഗവാനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു ടൈമില് മഹാരാജിനെ വേണ്ടി ചാൻഡ് ചെയ്യാനും മഹാരാജിന് വേണ്ടി പ്രെയർ ചെയ്യാനും പറഞ്ഞപ്പോ എനിക്ക് ഒന്നൊന്നേ അറിയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചു, ഓക്കെ മഹാരാജിന് ഓക്കെ ആവണേ. ബട്ട് ഞാൻ ചാൻഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കുറച്ചൊരു നൈറ്റ് ആയപ്പോൾ വീണ്ടും എനിക്കൊരു കോൾ വന്ന് അത് മഹാരാജ സമാധിയായി. ആ സ്പോട്ടില് ഞാൻ എനിക്ക് ചാൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനൊന്ന് ഉറങ്ങുമായിരുന്നു, ബട്ട് ആ സമയത്ത് ഞാൻ എനിക്ക് ചാൻഡ് ചെയ്യാൻ തുടങ്ങി. ചാൻഡ് ചെയ്തിട്ട് ആ സമയത്ത് കണ്ണീര് വന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷെ എനിക്ക് മഹാരാജിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ വിഷ്ണു സ്മരൺ പറഞ്ഞ പോലെ ഒരു ഗുരു മഹാരാജ് സമാധിയായി. ആ ഒരു ന്യൂസ് കേട്ടിട്ട് വല്ലാണ്ട് കരയുമായിരുന്നു. പിന്നെ എപ്പോഴും എല്ലാവരോടും ഞാൻ എപ്പോഴും ഓൾവേസ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും, ഞാൻ മഹാരാജിനെ കണ്ടിട്ടില്ല. സീനിയേഴ്സ് ദേവികുന്നത പ്രഭുവിന്റെ എല്ലാവരുടെയും ക്ലാസ് കേൾക്കും. എല്ലാവരും മഹാരാജിനെ കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട്. എല്ലാവരും മഹാരാജിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും ഉള്ളിൽ കിടക്കുമായിരുന്നു. പക്ഷേ റീസെന്റ് ഒരു 3 years ബിഫോർ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് മഹാരാജിന്റെ മുന്നിൽ പോയി എന്തോ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അന്ന് രാത്രി ഞാനൊരു ഡ്രീമില് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 8th 9th പഠിച്ച സമയത്തായിരുന്നു തൈക്കാട് കുറെ മഹാരാജ് വന്ന ഒരു സമയമുണ്ടായിരുന്നു. ഐ തിങ്ക് എല്ലാ മഹാരാജും ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജും വന്നിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാരും പറയും. മഹാരാജ് ഒക്കെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും ആ ഒരു സമയത്ത് എനിക്ക് ഒന്നും അറിയില്ല, മഹാരാജിനെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും ഇല്ല. പക്ഷെ ഞാൻ അന്ന് അവിടെ തൈക്കാട് പോയിട്ടുമുണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാ മഹാരാജിനെയും കണ്ട്. പക്ഷെ എനിക്കൊന്നും മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് അന്ന് ഫ്രണ്ടിലല്ല, ഒരു സൈഡിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു മൂമെന്റില് എനിക്ക് ഇവരെ ആരെയും അറിയില്ല. ജസ്റ്റ് എല്ലാരും വന്നിരിക്കുന്നു. പക്ഷെ ആ ഒരു
ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് ഒരു വത്സല മാതാജിയാണ്. ഹരികൃഷ്ണ മാതാജി പോയല്ലേ, ആ മാതാജി എന്നെ ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സിംപിളി എന്നെ കൊണ്ടുപോയ ഒരു സ്ഥലമായിരുന്നു. കുറെ ആൾക്കാരെ കണ്ടു. പക്ഷെ ഞാൻ ഒരു മഹാരാജിന്റെ അടുത്താ ഇരുന്നേന്നുള്ള കാര്യം അന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാനൊരു ദിവസം ഞാൻ ഒരു ദിവസം മഹാരാജിയുടെ എനിക്ക് ഒരു നല്ലൊരു ഭയങ്കരമായിട്ട് സങ്കടം വന്ന് മഹാരാജിയുടെ ഒരു കോൺവെർസേഷൻ നടന്ന അന്ന് രാത്രി ഞാൻ കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാല് ആ ഡേ എനിക്ക് റീക്രിയേറ്റ് ചെയ്ത് ഡ്രീമിൽ കാണിച്ചു തന്നെ. ഞാൻ അന്ന് ഇരുന്നത് മഹാവിഷ്ണു സ്വാമി മഹാരാജിന്റെ അടുത്തായിരുന്നു ഇരുന്നത്. അത് ആ ഡ്രീമിൽ എനിക്ക് നന്നായിട്ട് കാണാനും പറ്റി. ഞാൻ അന്ന് തക്കേട് പോയതും കുറെ മഹാരാജ് അവിടെ ഇരിക്കുന്നതും മഹാവിഷ്ണു സ്വാമി മഹാരാജ് അടുത്തിരിക്കുന്നതും ജസ്റ്റ് ഒരു മിന്നായം പോലെ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു. പക്ഷെ അതിനുശേഷം ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല, അതുവരെ എനിക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ലൈഫിൽ കിട്ടാനില്ല. പക്ഷെ ഞാൻ അത് മറന്നിട്ട് മഹാരാജ് എന്നെ നേരത്തെ കഥാമൃത പ്രഭു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മേഴ്സിയാണോ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം എനിക്കത് കാണിച്ചു തന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാരും പറയും ലൈഫിൽ സ്ട്രഗിൾ, അത് ദുഃഖം, അത് ഇത്. മഹാരാജും ഭഗവാനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദുഃഖമേ ഇല്ല. ഓൾറെഡി വി നോ എവറിഥിങ്. ഇവിടെ സഫറിംഗ് ആണ്. ബട്ട് ഈ പറയുമ്പോൾ മഹാരാജ് കുറെ ടിപ്സ് തന്നിട്ടുണ്ട്. വി ഫോളോ ദാറ്റ് ടിപ്സ്, ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതിന് മോശമായാലും വി ഹാവ് ടു എൻജോയ് ദാറ്റ് മൂമെന്റ് ഓൾസോ. അത് നമ്മൾ എൻജോയ് ചെയ്യണം. ഇപ്പൊ മഹാരാജ് മഹാരാജിനെ തന്നെ നമുക്ക് ഭയങ്കര എക്സാമ്പിൾ ആണ്. മഹാരാജിന് ഇപ്പം സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ വന്നാലും മഹാരാജിന്റെ ഹെൽത്ത് എത്ര മോശമായാലും മഹാരാജ് ഒരിക്കലും ആ ഒരു ഇതിൽ കിടക്കത്തില്ല. മഹാരാജ് ആ മൂമെന്റിൽ മഹാരാജ് ഹാപ്പിയാണ്. മഹാരാജ് ബുക്ക് വായിക്കുന്നു. സോ നമ്മളും അതുപോലെ അതിന്റെ അത്ര ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ എന്ത് മോശം സിറ്റുവേഷൻ ആണെങ്കിലും എന്ത് വഴക്കാണെങ്കിലും എന്ത് ഇതാണെങ്കിലും ആ മൂമെന്റിൽ നിന്നിട്ട് ട്രൈ ടു ബി ഹാപ്പി. ഈ പറയുമ്പോൾ ഗുരു മഹാരാജ് ആയാലും എല്ലാം നമുക്ക് പ്രഭുപാദായാലും ഭഗവത്ഗീതയായാലും ബുക്സിലെല്ലാം എഴുതിയിട്ടുണ്ട്. സോ ജസ്റ്റ് വി ഫോളോ ദാറ്റ് ആൻഡ് വി ക്യാൻ ബി ഹാപ്പി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാരാജിനെ കുറിച്ച് പറയാനായിട്ട് ഇവിടെ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ദേവകി മാതാജി വന്നിരുന്നു. ഇസ്കോണിലെ സീനിയർ ആയിട്ടുള്ള ഒരു വൈഷ്ണവി. മാതാജി വന്നപ്പോൾ മാതാജി ഹിസ് ഹോളിനെസ് രാധാനാഥ് സ്വാമി മഹാരാജിന്റെ വ്യാസപൂജയിലെ ഗുരുതത്വത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ മാതാജി പറഞ്ഞൊരു വളരെ എന്നെ ആഴത്തിൽ സ്പർശിച്ച ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ ആ ഗുരു പരമ്പരയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നതാണ്. അതാണ് ഒരു ആധ്യാത്മിക ഗുരു ചെയ്യേണ്ടത്. അപ്പം അവിടെ നമുക്ക് മാജി പറഞ്ഞ എക്സാമ്പിളില് ഇപ്പൊ ഒരു എഞ്ചിനും ട്രെയിനിന്റെ എഞ്ചിനും മറ്റു ബോഗികളും ഉണ്ടെങ്കിൽ ആ നടുക്കിരിക്കുന്ന ബോഗി ഏറ്റവും പുറകിലിരിക്കുന്ന ബോഗിയെ എഞ്ചിനുമായിട്ട് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഗുരുശിഷ്യ പരമ്പരയുമായിട്ട് ശിഷ്യന്മാരെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമ നിർവ്യാജനായ ആധ്യാത്മിക ഗുരുവിന്റെ ലക്ഷ്യം. ശ്രീല പ്രഭുപാദ് ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, the real test of a religion is to awaken our lost loving relationship with Krishna. ഒരു മതം നമ്മൾ പിന്തുടരുമ്പം നമ്മൾ ആ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ സുദൃഢമാക്കുക അല്ലെങ്കിൽ ആ അതിനെ ബലപ്പെടുത്തുക എന്നതാണ് ഒരു മതത്തിൻ്റെത്. അതേപോലെ തന്നെ ഒരു നിർവ്യാജനായ ആധ്യാത്മിക ഗുരുവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ ശിഷ്യനെ ഗുരുപരമ്പരയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ആ ഒരു എക്സാമ്പിള് എനിക്ക് മഹാരാജിന്റെ ഡിസൈപ്പിൾസിലും ഈ
ഒരു മഹാരാജന്റെ ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എല്ലാവരും ഭാഗവതവുമായിട്ട് റിലേറ്റഡ് ആണ്, കൃഷ്ണനുമായിട്ട് റിലേറ്റഡ് ആണ്, ജഗന്നാഥുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം മഹാരാജ് തന്റെ യഥാർത്ഥ ഫംഗ്ഷൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ, അത് സെൽഫ് എവിഡന്റ് ആണ്. ശിഷ്യന്മാര് കൂടുതലും ഭഗവാനോട് ഇഷ്ടപ്പെടുന്നുണ്ട്, പ്രഭുപാദന്റെ പ്രസ്ഥാനത്തോട് ഇഷ്ടപ്പെടുന്നുണ്ട്, ശ്രീമദ് ഭാഗവതത്തോട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ തെളിവാണ് ആ സുതാര്യമായിട്ട് നിൽക്കുന്ന ആധ്യാത്മികാചാര്യൻ എന്തുമാത്രം ഉന്നതനും നിർവ്യാജനും സത്യസന്ധനുമാണ്. അതുകൊണ്ടാണ് ആ ശിഷ്യന്മാരെ ഗുരുപരമ്പരയുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നതെന്നുള്ളത്. അത്തരം ഒരു മഹത്തായ ആചാര്യന്റെ വ്യാസപൂജയിൽ പങ്കെടുക്കാനും ആ ഉന്നതരായ ശിഷ്യന്മാരുടെ കൂടെ നിൽക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം, കാലചക്ര പ്രഭു കഴിഞ്ഞ ഒരു സെമിനാർ എടുത്തിരുന്നുണ്ട് കൃഷ്ണബലരാം ടെമ്പിളിൽ. അതില് പല ഒത്തിരി പോയിന്റ്സുകളുണ്ട്, ഒരു മൈൻ പോലെ പോയിന്റ്സുകളുണ്ട്. പക്ഷെ പലതും മറന്നുപോയി. പക്ഷെ ഒരു പോയിന്റ് ഞാനത് ജീവിതത്തിൽ ആചരിച്ചപ്പോൾ എനിക്കത് നല്ല അനുഭവമായിട്ട്. മഹാരാജ് തന്റെ ഡ്രസ്സുകളെല്ലാം സ്വന്തമായിട്ടാണ് നനയ്ക്കുന്നത് എന്നാണ്. വേഗം അത് അഴുക്കായിട്ട് അങ്ങനെ കൂട്ടിയിടാറില്ല. അപ്പൊ അതുവരെ ഞാനും അങ്ങനെ ചെയ്തത്, കുറെ എന്റെ ഡ്രസ്സൊക്കെ അഴുക്കായി കൂട്ടിയിട്ടിട്ട് പിന്നെ വാഷിംഗ് മെഷീനിലാണ് നനയ്ക്കുന്നത്. പക്ഷെ മഹാരാജ് അത് ചെയ്തപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മഹാരാജ് പറഞ്ഞത്, നമ്മളൊരു കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാല് മാറ്റിവെച്ച് അതെപ്പോഴും നമ്മുടെ ഒരു കോൺഷ്യസിന് അതൊരു ബോധറേഷൻ ആയിരിക്കും. ഇത് ഇനി 2 ദിവസം നനയ്ക്കണം അങ്ങനെ നമ്മുടെ എപ്പോഴും അപ്പൊ തന്നെ തീർന്നു കഴിഞ്ഞാൽ അത് പിന്നെ അതൊരു ബോധറേഷൻ വരില്ല. മഹാരാജ് അതുകൊണ്ട് തന്റെ ഇതെല്ലാം അതുകൊണ്ട് അങ്ങനെ ഞാനും അത് മഹാരാജിന്റെ ഈ കുറച്ച് വാക്കുകൾ ഇവിടെ ഷെയർ ചെയ്യാൻ അവസരം തന്നു എല്ലാ ഡിവോട്ടീസിനും സോൾഡസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് की जय. Hare Krishna, His Holiness Mahavishnu Goswami Maharaj ki jai. Happy. Hare Krishna. എല്ലാ വൈഷ്ണവർക്കും എൻ്റെ തന്നെ പ്രണാമം. മഹാരാജിൻ്റെ പ്രഭാതകാലത്ത് എൻ്റെ തന്നെ പ്രണാമം. ശ്രീല പ്രഭുപാദ की जय. മഹാവിഷ്ണു ഗോസ്വാമി ഗുരു മഹാരാജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ മഹാരാജിനെ ആദ്യമായിട്ട് കാണുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഹാരാജിനെ കാണുന്നത്. ഞാൻ ദീക്ഷ എടുത്ത ടൈമും അതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ദീക്ഷ എടുത്തത്. അപ്പോൾ നമ്മൾ 10-41 പേര് ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. മഹാരാജിനെ ഞാൻ ആദ്യമായി എയർപോർട്ടിൽ വന്ന ഉടനെ കണ്ട ഉടനെ നമുക്ക് ദീക്ഷ എടുക്കാൻ മഹാരാജിനെ ഇവിടെ കൊണ്ടുവന്നതും അതിൻ്റെ പിറകിൽ നല്ല എഫക്റ്റ് എടുത്തത് ഒരു പ്രഭുവാണ് സുദർശൻ ദാരിദാസ് ബ്രഹ്മചാരി. അദ്ദേഹം ഇസ്കോൺ ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹം വളരെ ഒരുപാട് എഫക്റ്റ് എടുത്തു മഹാരാജിനെ ഇവിടെ കൊണ്ടുവരാനായിട്ട്. അതിന് മുന്നേ കുറേ ഡിവോട്ടീസുകൾ എഫക്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ദീക്ഷ എന്നുള്ള പരിപാടി നടന്നിട്ടില്ലായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന് ദീക്ഷ മഹാരാജിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ഡിവോട്ടീസ് ഉണ്ട് വന്ന ദീക്ഷയാണ്. മഹാരാജ് വന്നപ്പോൾ ആദ്യം എയർപോർട്ടിൽ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് മഹാരാജ് നേരെ പോയത് ആര്യനാട് ആണ്. ആര്യനാട് പോയപ്പോൾ ഇപ്പം ഞാൻ സുദർശൻ പ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചു, മഹാവിഷ്ണു ഗോസ്വാമി. അപ്പം എനിക്ക് ഈ ചെറുതിലെ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ അറിയുന്ന നമുക്ക് ഈ 6 പേര്, ഈ ഫോട്ടോയ്ക്ക് 6 പേര്, അവരാണ് ഗോസ്വാമി എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതുപോലെ വല്ലോ ആണെന്ന് ഞാൻ എന്നെ ആ പ്രായത്തിൽ വെച്ച് സുദർശൻ പ്രഭുവിൻ്റെ അടുത്ത് ചോദിക്കും. അതുപോലെയൊക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ജയപദം മഹാരാജിനെ ഇഷ്ടം. അപ്പൊ അന്ന് ഞാൻ ചെറുതിലെ തൊട്ടേ ജയപദ മഹാരാജിനെ ഗുരുവാശ്രയം എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ എല്ലാ ഗുരുവും അത് ഒന്നാ തന്നെയാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കണം. അപ്പം മഹാരാജിനെ കാണാൻ ഭയങ്കര സന്തോഷം. മഹാരാജ് സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ കാണാനുള്ള മഹാരാജുമാരൊക്കെ നമുക്ക് അടുത്തു പോകാനൊക്കെ ഭയങ്കര ഇതാണ്. പോകുമ്പോൾ തന്നെ ശിഷ്യന്മാരൊക്കെ മാറും മഹാരാജിനത്തോടെ എന്നൊക്കെ പറയും. പക്ഷേ മാഷ് മഹാരാജിന്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് ആ പ്രായത്തിൽ ഇടപെടാൻ പറ്റി. അങ്ങനെ ദീക്ഷാ സമയം യജ്ഞങ്ങളെല്ലാം നടക്കുന്ന എല്ലാം ഓരോ സൈഡിൽ ഇരിക്കുന്നു. എല്ലാവരും ദീക്ഷ വാങ്ങിച്ചു. ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്റെ പേര് വിളിച്ചു സുരേഷ് ബാബു. അപ്പോൾ ഞാൻ എണീറ്റ ഉടനെ എല്ലാവരും ഹരേ കൃഷ്ണ അല്ല പറഞ്ഞത്. എല്ലാവരും പൊട്ടിച്ചിരിച്ച്. ഞാൻ കൂട്ടത്തിൽ ദീക്ഷ എടുത്തതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാൻ തന്നെ. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ മഹാരാജിന് ദീക്ഷ തന്നു. അതിനുശേഷം ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് 10 രൂപ 15 രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് പാറശാല സേവ ചെയ്യാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മനോമണി മഹാരാജ് സ്വാമിനാഥൻ പ്രഭു വണ്ടിക്ക് ഇങ്ങോട്ട് തിരിച്ച് പൈസ തരും. എല്ലാ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടിട്ട് പോയ ശനി ഞായർ അവിടെ സേവയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം നമ്മളെല്ലാം കൂടെ ഇവിടുത്തെ പ്രോഗ്രാം വരും. അന്ന് പ്രോഗ്രാം നടത്തുന്നത് രാമകൃഷ്ണാസ് പ്രഭു പുരുഷോത്തം കൃഷ്ണദാസ് പ്രഭുവാണ്. അങ്ങനെ നമ്മളിവിടെ വരുന്ന പ്രോഗ്രാം അല്ല, പുരുഷോത്തം പ്രഭു ഉണ്ടാക്കുന്ന ബിരിയാണി ഇരിക്കുന്നുണ്ട്. അത്ര ടേസ്റ്റ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ഒരു എല്ലാം പെട്ടെന്നുള്ള അറേഞ്ച്മെന്റ് ആണ്. ഹാള് വന്ന ഉടനെ തൂക്കണം, പൊടിയടിക്കണം, വയ്ക്കണം. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മഹാരാജ് ഇവിടെ നിന്ന് നമ്മളെ കഥാപ്രഭു ആ സ്റ്റോറി പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇന്നൊരു സ്റ്റോറിയും കൂടെ നടന്നു. മഹാരാജ് നമ്മളെ സേവയ്ക്ക് വിളിച്ച് 7 പേര് രഥയാത്രയ്ക്ക് അവിടെ സേവയ്ക്ക് വേണം. അങ്ങനെ കുറച്ച് പേര് പോയി. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടി. അന്ന് മഹാരാജ് ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമുക്ക് എടുത്തു തന്നു. അന്ന് ഹരിനാമാമൃത കൃഷ്ണദാസ്, രാധാ ഗോവിന്ദ് പ്രഭു, തരുൺ കൃഷ്ണദാസ് പ്രഭു, ഞാൻ, പിന്നെ അങ്ങനെ 1, 2 മൊത്തം 7 പേരും അവിടെ നിന്ന് പോയി. പോയപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ രാജ്കോട്ട് ടെമ്പിൾ അത്രയും ക്ലീൻ ചെയ്യാൻ, ഡിവോട്ടീസ് വന്ന് താമസിക്കാൻ, റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ, ഇടയ്ക്ക് മഹാരാജിന്റെ കൂടെ വന്ന ക്ലാസ് എടുക്കും. മഹാരാജ് നമ്മൾ അവിടെ വെളിയിൽ കസാരയിട്ട് ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന സേവയൊക്കെ. അടുത്ത് വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നമുക്ക് റെഡിയാക്കിയൊക്കെ തരും, നമുക്ക് തരാം. ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹം. മഹാരാജിന് രഥയാത്രയുടെ സേവകൾ ഒരുപാട് കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളെ വളരെ കെയർ ചെയ്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹാരാജ് നമ്മള് 4 പേര് വൃന്ദാവനം പോകാനായിട്ട് തീരുമാനിച്ചു. സംഘർഷ കൃഷ്ണാസ് പ്രഭു, ഞാൻ, കൃഷ്ണാശ്രയ പ്രഭു, പിന്നെ ഗോപാലൻ എന്ന് പറഞ്ഞത്. നമ്മൾ 4 പേര് വൃന്ദാവനം പോകാൻ വേണ്ടി എല്ലാം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം റെഡിയായി നിന്നപ്പം തലേ ദിവസം കഥാപ്രഭു വിളിച്ചിട്ട് വഴക്ക് പറയും. നിങ്ങൾക്ക് 4 പേർക്ക് വൃന്ദാവനത്തിൽ പോകുന്ന സമയം പോയി നിങ്ങൾക്ക് മഹാരാജിനെ ദ്വാരകയിൽ പോയി സേവിച്ചു കൊടുക്കുക. ദ്വാരകയിൽ പൂജാരി ഇല്ല. അപ്പോൾ അവിടുത്തെ ഫാമിലികൾ മാറി മാറി സേവ ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെയും പൊയ്ക്കൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിപ്പിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വിഷമമായി. പക്ഷെ വൃന്ദാവനം പോകണം. ഫസ്റ്റ് ടൈം എല്ലാവരും വൃന്ദാവനം പോകണം. എങ്ങനെ വൃന്ദാവനം ഇരിക്കുന്ന ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ത്യാഗിയായി, ഞാൻ പോകാൻ പോലെ നിങ്ങളെല്ലാം വൃന്ദാവനം പോയിക്കണം. അങ്ങനെ ഞാൻ നേരെ ദോരയിൽ പോയി. ദോരയിൽ പോയപ്പം ശരിക്കും ഞാൻ തന്നെ അതിശയിച്ചു. രാജ്കോട്ട് പ്രസിഡന്റ് വൈഷ്ണവ സേവ പ്രഭു ഒരു ഉമ്മനി കൊണ്ടുവരുന്നു, നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് വേണ്ടി ഭഗവാനിന് ഓഫർ ചെയ്ത രാജ്ഭോഗ് നിവേദ്യങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നു. ഒരു രാജകീയമായ ട്രീറ്റ് എല്ലാം കഴിച്ചു. രാത്രി മഹാരാജിന്റെ അടുത്ത് പറഞ്ഞ്, സ്വയംപ്രകാശ് നാളെ ദ്വാരകയിൽ പോകാൻ. ശരി മഹാരാജ്, ഞാൻ പോയിക്കോളാം. ഇപ്പൊ വൈഷ്ണവ പ്രഭു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. ശരി പോകാം. പിറ്റേ ദിവസം രാവിലെ മംഗളാരതി കഴിഞ്ഞത് പ്ലാന് മാറി. അപ്പോൾ മഹാരാജ് എല്ലാം കൂടെ കാറിൽ കയറിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കാറിൽ കയറാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കൊന്നും അറിഞ്ഞൂടെ. ഞാൻ വൈഷ്ണവപ്രഭുവിന്റെ അടുത്ത് പറഞ്ഞു, എവിടെ പോകുന്നു? അത് ദ്വാരകയിലായിരിക്കും, കയറിക്കോന്ന് പറഞ്ഞു. ഒന്നും പറയണ്ട, കയറിക്കോന്ന് എന്നെ പിടിച്ച് കയറ്റി. ഞാൻ കയറി. ഫ്രണ്ടിൽ മഹാരാജും ഡ്രൈവറെ ഇരിക്കുന്നു, പുറകിൽ ഞാൻ വൈഷ്ണവപ്രഭു ഇരിക്കുന്നു. അങ്ങനെ മഹാരാജ് 6 മണിക്കൂർ, മഹാരാജിന് ആസ്മയുടെ അസുഖമുണ്ട്, അധികം നേരം ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ഈ 6 മണിക്കൂർ ഇരുന്ന് ട്രാവൽ ചെയ്യാനൊക്കെ മഹാരാജിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മഹാരാജ് ഞാൻ ഇങ്ങനെ കാറിയിട്ടിരുന്നു. വൈഷ്ണവപ്രഭുവും ഞാനൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറേ പോയി. ഇടയ്ക്ക് ജാംനഗറിൽ ഇറങ്ങി കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി റെസ്റ്റ് വീണ്ടും പോയി.
അങ്ങനെ നേരെ ദ്വാരക എത്തിയപ്പോൾ മഹാരാജിന്റെ ഒരു പ്രത്യേക റൂമുണ്ട്. അവിടെ വന്നിരുന്ന് ഭവനെല്ലാം കണ്ട് ദ്വാരധീശനെയൊക്കെ പോയി ദർശനം എടുത്തു. പ്രസാദം കഴിച്ചിട്ട് മഹാരാജ് ഉടനെ പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് മഹാരാജ് എവിടെ പോകുന്നത്? വൈഷ്ണവപുരത്ത് ചോദിച്ചു. മഹാരാജ് ഇപ്പൊ തിരിച്ച് രാജ്കോട്ട് പോകണം. 6 മണിക്കൂർ യാത്ര ചെയ്ത് തന്നെ മഹാരാജ് ഇങ്ങനെ വയ്യാത്ത ആള് ഇത്രയും ദൂരം യാത്ര ചെയ്ത് തന്നെ. അപ്പൊ ഞാൻ മഹാരാജിന്റെ അടുത്ത് വെച്ചു, മഹാരാജ് പോകുന്ന നിന്ന് നാളെ പറ്റൂലെന്ന് ചോദിച്ചു. അങ്ങനെ മഹാരാജ് പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നത്. ഞാൻ മഹാരാജിന്റെ അത്രയും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ മഹാരാജിനെ ചോദിച്ചു. പിന്നെ മഹാരാജ് ഇത്രയും റിസ്ക് എടുത്ത് വന്നേ. പിന്നെ എന്റെ തോളിൽ ഇങ്ങനെ തട്ടിട്ട് പറഞ്ഞു ഞാൻ സ്വയം പ്രകാശിനെ കൊണ്ടുവിടാൻ വന്നു. അത് കേട്ട ഉടനെ എന്റെ കണ്ണകൽ നിന്ന് അറിഞ്ഞു. ഞാൻ +2 പഠിക്കുക. +2 എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന സമയം മഹാരാജ് പറഞ്ഞ് മഹാരാജ് തിരിച്ച് യാത്രയായി. അപ്പൊ മഹാരാജിന്റെ അടുത്ത് പറഞ്ഞു ഭഗവാനെ നന്നായിട്ട് രുക്മിണി ദ്വാരാധീശിനെ നന്നായിട്ട് സേവ ചെയ്യണം. ഓഫറിംഗ് എല്ലാം 7 നേരം ഉണ്ട്, 7 നേരം ആരതി ഉണ്ട്, എല്ലാം കെയർ ചെയ്യണം, ഇവരൊക്കെ സഹായിക്കാൻ കഴിയണം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഡാമില് അത് ഇസ്കോൺ ടെമ്പിളിൽ പൂജാരിയായിട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സേവയെല്ലാം ചെയ്യണം. അപ്പൊ അവന് ചപ്പൻ ഭോഗം ഉണ്ടാക്കണം. അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വയസ്സായ ഒരു മാതാജി ഉണ്ട്. മഹാരാജ് എല്ലാം വന്ന് അറേഞ്ച് ചെയ്ത് വന്നിട്ട് പോയി. ഒരാഴ്ച ഇവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരാഴ്ച കഴിഞ്ഞത് ഓരോരുത്തരായിട്ട് പോകാൻ പഠിക്കും. അത് സേനയ്ക്ക് കൂടെ സഹായിച്ച ആൾക്കാരെല്ലാം എന്നെ എല്ലാം പഠിപ്പിച്ചിട്ട് ഈ രാജ്ഭോഗ് ഉണ്ടാക്കുന്ന മാതാജി നല്ല വയസ്സായ മാതാജി ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. അവിടെ 2 പ്ലേറ്റിൽ വെക്കണം, രുക്മിണി ദേവിക്കും ദ്വാരകാധീശനും. അപ്പോൾ മാതാജി പറഞ്ഞു ഞാൻ വൃന്ദാവനത്തിൽ എൻ്റെ ചെറുമോളെ കല്യാണമായിട്ട് പോകുന്നു, ഇനി സ്വയം പ്രകാശ് വേണം ഇതെല്ലാം ചെയ്യണം. നമ്മുടെ ജഗന്നാഥ ടെമ്പിളിൽ തന്നെ രാജഭോഗിന് കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും എന്നുവെച്ചാൽ വന്ന് ഒരുപാട് ജോലിയുണ്ട് സേവ ചെയ്യാൻ. ഒരുപാട് അതുപോലെ കൃഷ്ണപുരം ടെമ്പിൾ എല്ലാവർക്കും അറിയാം. ഒരുപാട് പരിശ്രമിച്ച ആ സേവ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം ഒറ്റയ്ക്ക് എന്റെ തലയിലായി. അപ്പൊ എങ്ങനെ ഇത്രയും ഐറ്റം എങ്ങനെ വയ്ക്കണം, എങ്ങനെ ഓഫർ ചെയ്യണം ഇതൊന്നും അറിഞ്ഞോളൂ. അന്ന് ഞാൻ മഹാരാജിനെ വിളിച്ചു. മഹാരാജ് ആരുമില്ല ഇവിടെ. മഹാരാജിന്റെ മൊബൈലിലാണ് വിളിക്കണം അവിടുത്തെ ലാൻഡ് ലൈനിൽ. മഹാരാജ് ഇവിടെ ആരും പോയിരുന്നു. മഹാരാജ് ടെൻഷനെ ആസ്മ കൂടി. ഞാൻ ഫോണൊക്കെ വെച്ച് അടുത്ത കോള് വന്നിട്ട് എന്നെ വരട്ടുന്നു. വൈഷ്ണവ വിളിച്ചിട്ട് നിങ്ങൾ ആര് വരും മഹാരാജിനെ ടെൻഷൻ ആക്കാൻ? മഹാരാജിന്റെ അടുത്ത് എല്ലാവരും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടെങ്കിൽ ഇനി എന്നെ വിളിക്കുന്ന ദേവി ഇത് മഹാരാജിനെ അറിയിക്കില്ല, മഹാരാജ് ടെൻഷനാണ്. പ്രത്യേകിച്ച് ദ്വാരാധീശിന്റെ ടെമ്പിളിലെ കാര്യത്തിൽ മഹാരാജ് ഇങ്ങനെ ആരുമില്ലെന്ന് പറഞ്ഞാൽ വിഷമാവും. പ്രഭു എന്തുണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സേവ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1 മാസത്തോളം കാലം ഒറ്റയ്ക്ക് രുക്മിണി ദ്വാരാധീശിനെ സേവ ചെയ്തു. അതുമാത്രമല്ല അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒരു 10-12 റൂമുകളുണ്ട്. അപ്പോൾ ഡാമായിട്ട് അവിടെ കുറെ ഡിവോട്ടീസ് അവിടെ വരും. എന്നിട്ട് അവർക്ക് റൂം വൃത്തിയാക്കി കൊടുക്കണം, ബെഡുകൾ വിരിച്ചു കൊടുക്കണം, അവരെ ബാത്റൂം കഴുകി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ടെമ്പിളിൽ കിച്ചണിൽ വന്നിട്ട് കിച്ചണിൽ രാജ്ഭോഗ് ഉണ്ടാക്കണം, ഭഗവാന് ബാൽഭോഗ് ഉണ്ടാക്കണം, ഭഗവാന് ഗിയർ ഉണ്ടാക്കണം, കിച്ചൺ സർവീസ് ഫുള്ളും ചെയ്യണം. ഗസ്റ്റ് ഹൗസ് ജോലിയൊക്കെ ചെയ്യണം. ഭഗവാന് പച്ചക്കറി വാങ്ങിക്കാൻ പോകണം, പാല് വാങ്ങാൻ പോകണം, പ്രഭാതത്തിന്റെ ഇതെല്ലാം ഒറ്റയ്ക്ക് ആയിപ്പോയി. ചെയ്ത അവസാനം ഒരു വിഷമം പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പൊ ഈ പാല് എപ്പോഴും അവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. പാലിന് പാത്രം 2 മണിക്ക് അവിടെ കയറ്റി തൂക്കിയില്ലെങ്കിൽ രാത്രി ഭഗവാന് പാലില്ല. പിന്നെ ഭഗവാൻ പാല് ഓഫർ ചെയ്യണമെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് നാടെല്ലാം പോകണം. ഒരു ടൈം കഴിഞ്ഞാൽ പാല് കിട്ടൂല, പശുവും പാല് വാങ്ങാൻ. അപ്പൊ 2-3 പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ സൈക്കിൾ എടുത്ത് എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാ. അവിടെ ഉള്ളവർക്ക് ഗുജറാത്തി അറിയാവും, എനിക്ക് മുറി ഹിന്ദിയും മലയാളം അറിയാം. അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കുങ്കുമപ്പൂവൊക്കെ ഇട്ട് പാലൊക്കെ ഓഫ് ചെയ്യും. ഒരു ദിവസം ഇതുപോലെ ഇന്നപ്പോ കാണാം, ഞാൻ ദ്വാരാധീശിനെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോ കാണാൻ ടെമ്പിളിൽ ഫ്രണ്ടിൽ ഭയങ്കര ജനക്കൂട്ടം, കുറെ ആള് നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അവിടുത്തെ ഒരു രാധാകൃഷ്ണൻ പ്രഭു എന്നാണ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഓടി വന്നിട്ട് പ്രഭു നിങ്ങൾ എന്ത് കാര്യം ചെയ്തത്? നമ്മളൊന്നും ചെയ്തില്ല, ടെമ്പിളെല്ലാം അടച്ചിട്ട് ദ്വാരാധീശനെ കാണാൻ പോയി എന്ന് പറഞ്ഞ് കറങ്ങി അപ്പുറത്തോടെ വിളിച്ചോണ്ട് പോയപ്പോ കാണാം അവിടെ ഒരു സൈഡിലെ 2 ഷോപ്പ് ഫുള്ളും വെള്ളത്തിൽ. ഞാൻ മോട്ടർ ഇട്ടിട്ട് പോയി. അത് ടാങ്ക് അല്ലായിരുന്നു, പകരം സിമന്റ് കൊണ്ട് കെട്ടിയ പഴയ കാലത്തെ ഇതായിരുന്നു. അത് ഓവർഫ്ലോ ചെയ്ത് അവിടുത്തെ പെരുവർത്തൽ, അവിടുത്തെ കൗൺസിലർ
ടെമ്പിൾ അവിടുത്തെ ആൾക്കാരും ഞാൻ നോക്കിയപ്പോൾ എല്ലാം വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് കടക്കാരും വന്നിരിക്കുന്നു. അവന്റെ കുറെ സാധനം നനഞ്ഞു. ഞാൻ പറഞ്ഞു മഹാരാജിന്റെ അടുത്ത് പറയാം, പറഞ്ഞു ദേവിയത് മഹാരാജിന്റെ അടുത്ത് പറയില്ല, വൈഷ്ണവപ്രഭുവിനെ അറിയിച്ചിട്ടുണ്ട്. വൈഷ്ണവപ്രഭു വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്ത് ഇതേ കാര്യം 2 പ്രാവശ്യം സംഭവിച്ചു. അടിയുള്ള എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഉറക്കമില്ല, നമ്മൾ സ്വന്തം വസ്ത്രം തന്നെ കഴുകാൻ സമയമില്ല. എന്ന് വെച്ചാൽ ടൈറ്റ് സർവീസാണ് അവിടെ. എന്നുവെച്ചാൽ രാവിലെ ഭഗവാനെ എണീപ്പിച്ച് ഓഫറിങ് എല്ലാം ചെയ്ത് അവിടെ തുടങ്ങുന്ന സർവീസ് പിന്നെ തീരുന്നത് എപ്പോഴാണ്? രാത്രിയാണ്. രാത്രി 9-10 മണിയായാലും തീരില്ല രാത്രി ഭഗവാനെ ഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ മഹാരാജിന്റെ അടുത്ത് ഏതാണ്ട് പോലെ പറഞ്ഞു, മഹാരാജ് ഞാൻ വലിയ സന്തോഷത്തിലാണ്, ഭഗവാന്റെ സേവയൊക്കെ എനിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ മഹാരാജ് ജയ് ജയ് സ്വയം പ്രകാശ് കി ജയ് എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. മഹാരാജിനെ അറിയാമായിരുന്നു എല്ലാ കാര്യവും. അതിനുശേഷം ഞാൻ വൈഷ്ണവപ്രഭുവിന്റെ തോന്നി മഹാരാജിന്റെ അടുത്ത് പറയുന്നത്, ഞാൻ പോണം, എനിക്ക് സേവ ചെയ്ത ഒരു പരിപാടി പോണമെന്ന് ഞാൻ മഹാരാജ് ഒരാള് വരുന്നവരെ നില്ലേ മഹാരാജിനെ ഇപ്പൊ വിഷമിപ്പിക്കണ്ടാന്ന്. ശരി നനി വീട്ടിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഒരു ദിവസം തളർന്ന നട്ടലൊടിഞ്ഞ് രുക്മിണി ദ്വാരാധീശന്റെ കാലിൽ പിടിച്ചിട്ട് കരഞ്ഞത് ഞാനും ഭഗവാനും മാത്രമുള്ള രഹസ്യ കാര്യമാണ്. കട്ടയിട്ട് അകത്ത് കിടക്കുന്ന സംഭവമാണ്. കാലിൽ പിടിച്ചു ഭഗവാനെ എന്റെ നട്ടലൊടിഞ്ഞ് ഞാൻ ജീവനോടെ നാട്ടിൽ പോകില്ല, അതുകൊണ്ട് ആരെങ്കിലും ഒന്നും ഇവിടെ റെഡിയാക്കി തരണേ, എനിക്ക് ഇവിടെ നിന്ന് പോകണം. അപ്പോഴത്തേക്കും അടുത്ത ദിവസം രാവിലെ ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞു, പ്രഭു നമ്മൾ ഇതുപോലെ ഇങ്ങനെ ദൂരം നിന്ന് വരികയാണ്, നമ്മൾ മഹാരാജിന്റെ ഡിസിപ്പിളാണ്, ഒരു പ്രഭുവും ഒരു ഫാമിലി ചെറിയ 2 പിള്ളേരും ഉണ്ട്, പ്രഭു റെസ്റ്റ് എടുത്തോ, കിച്ചൺ സർവീസ് എല്ലാം ഞാൻ ചെയ്യും. അപ്പൊ ആ ഒരു 3 ദിവസം എനിക്ക് വളരെ സന്തോഷമാണ് അവർ സേവ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരും പോയി വീണ്ടും ഇതുപോലെ അവസ്ഥ വന്നു. അടുത്ത ഒരു ടീം ഇതുപോലെ ഭഗവാന്റെ അടുത്ത് കാല് പിടിച്ചെന്ന് പറഞ്ഞു, വീണ്ടും ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ വീണ്ടും ഒരു 10-70 പേര് വീണ്ടും അവിടെ വന്നിട്ട് അവര് പറഞ്ഞ് നമ്മള് ഭഗവാനെല്ലാം കുക്ക് ചെയ്ത് തരാം, സേവകൾ ചെയ്ത് തരാം. അങ്ങനെ അവര് ഗസ്റ്റ് ഹൗസ് നോക്കും. അങ്ങനെ കുറെ നാള് ഒരു ഏകദേശം ഒരാഴ്ചയോളം കാലം അങ്ങനെ ഭഗവാനെ ഹെൽപ്പ് ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ മഹാരാജിന്റെ അടുത്ത് വേദനിച്ച് പറയും, മഹാരാജ് എനിക്ക് ചില കാര്യങ്ങൾ മഹാരാജിന്റെ അടുത്ത് നേരിട്ട് അറിയിക്കാൻ പറ്റുന്നില്ല, ചില സാഹചര്യങ്ങളുണ്ട്, അങ്ങ് വിഷമിക്കുന്നുള്ളൂ, പക്ഷെ എന്റെ അവസ്ഥ ഇതാണ്. അപ്പോഴാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. ആർട്സ് കോളേജിൽ BSc ബയോടെക്നോളജിക്ക് അഡ്മിഷൻ വന്നു. +2 കഴിഞ്ഞിട്ട് ഞാൻ മഹാരാജ് എനിക്ക് ഹാൾ ടിക്കറ്റ് അല്ല ആപ്ലിക്കേഷൻ വന്നു, ഞാൻ പോകുന്നു. മഹാരാജ് പറഞ്ഞു ശരി, പഠിത്ത കാര്യത്തിൽ വെക്കണം. ഇതുപോലെ പല കാര്യങ്ങൾക്കും ഇതുപോലെ ഒരു ദിവസം നമ്മളെല്ലാം കൂടെ ഞാൻ സെക്കൻഡ് ഇൻസെക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കുറച്ചൊരു ഹരിനാം ദീക്ഷ എടുക്കാൻ പോകുന്നു. അപ്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഡിവോട്ടീസിനെ മഹാരാജ് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും നാളെ ദീക്ഷയില്ല നല്ല വഴക്ക് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം വിഷമിച്ച് ഭക്ഷണം കഴിക്കാതെ നമ്മളെല്ലാം ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് വൈഷ്ണവപ്രഭുവിന് ഇത് മനസ്സിലായി. വൈഷ്ണവപ്രഭു പറഞ്ഞു, കാണുങ്ങളെ നമുക്ക് പുറത്തേക്ക് നാരസങ്കീർത്തനം നടത്തിയിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി. നാരസങ്കീർത്തനവും ഹൗസ് പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം കിട്ടുന്നത്. എന്ന് വെച്ചാൽ എന്ന് രാജ്കോട്ട് കിച്ചടി തന്നെ, എന്ന് കിച്ചടി 3 നേരം കിച്ചടിയാണ്. പക്ഷെ ഹൗസ് പ്രോഗ്രാം നടക്കുമ്പോഴാണ് ഇതുപോലത്തെ പ്രസാദങ്ങളൊന്നും കിട്ടുന്നത്. അപ്പൊ ചെന്നോണെ ചെയ്യും, പ്രഭു ഇന്ന് ഹൗസ് പ്രോഗ്രാം ഉണ്ടോന്ന് ചോദിക്കും. നമ്മളെ പ്രായം അങ്ങനെ, നമ്മളെ ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. ഐസ്ക്രീം ഉൾപ്പെടെ പ്രസാദം കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ അതാ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അത് മഹാരാജ് പ്രോഗ്രാമിൽ നമ്മൾ നാരസംഗീതത്തിന് തിരിച്ചു വന്നപ്പോൾ മഹാരാജ് നമ്മളെല്ലാം ഇങ്ങനെ പേടിച്ച് പമ്മി പോവുകയാണ്. വരിയാ പോകട്ടെ ഡിവോട്ടീസ് അല്ല. അപ്പൊ മഹാരാജ് വേറെ കുറെ ഡിവോട്ടീസിന്റെ അടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് തുടങ്ങി. അപ്പൊ നമ്മളെ കണ്ടുകൊണ്ട് മഹാരാജ് കൈ തട്ടിയിട്ട് എല്ലാവരും വരാൻ വിളിച്ചു. അപ്പൊ നമ്മൾ പറയുന്നത് അടുത്ത ഡോസ് കിട്ടാറായി. അങ്ങനെ മഹാരാജ് നമ്മളെല്ലാം പിടിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മഹാരാജ് പറഞ്ഞു, നാളെ എല്ലാവർക്കും ദീക്ഷ തരാമേ, എല്ലാവരും വിഷമിക്കുന്ന തരാമേ. അതായത് ഒരു കുഞ്ഞിന്റെ അടുത്ത് ഒരു അച്ഛൻ പറയുന്ന പോലത്തെ ആ ഒരു വാത്സല്യം. അപ്പൊ അത്രയും സ്നേഹത്തോടെയാണ് നമ്മളെ മഹാരാജ് കണ്ടത്. എവിടെ പോയാലും മഹാരാജ് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് വൈഷ്ണവപ്രഭുവിന്റെ അടുത്ത് പറഞ്ഞു, ട്രിവാൻഡ്രം ഡിവോട്ടീസിനെ പ്രത്യേകം നിങ്ങൾ കെയർ ചെയ്യണം. അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ, അവർ വേറെ ഒന്നും അറിയില്ല, അവരെ ഒന്ന് കെയർ ചെയ്യണമെന്ന് അന്നും ഇന്നും അത് വൈഷ്ണവപ്രഭു അന്നും നമ്മുടെ അടുത്ത് പറയണം. അതുകൊണ്ടാണ് വൈഷ്ണവപ്രഭു ഇപ്പോഴും നമ്മളെ അടുത്ത് പല കാര്യങ്ങൾക്ക് വന്ന് വരികയും ഹെൽപ്പ് ചെയ്യുകയെല്ലാം ചെയ്തത്.
ഹരേ കൃഷ്ണ. ഇന്ന് 9:30 ആവാൻ പോകുന്നതുകൊണ്ട് ഇനി ബാക്കി ഒരു സമയത്ത് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ഭഗവാന് ഗുരു മഹാരാജന് ആരതി, അത് കഴിഞ്ഞാൽ പ്രസാദമുണ്ട്. എല്ലാവരും പ്രസാദം കഴിച്ചിട്ടാണ് പോകേണ്ടത്. ഹരേ കൃഷ്ണ.